ദൈവസന്നിധിയിൽ നാം ആയിരിക്കുമ്പോൾ വളരെ സന്തോഷത്തോടുകൂടെ നമുക്കായിരിക്കാം. നാം ദൈവസന്നിധിയിൽ ഓരോ പ്രാവശ്യം കടന്നു വരുമ്പോൾ നമ്മുടെ ജീവിതത്തിലൊരു മാറ്റം സംഭവിക്കണം, അല്ലേ? ഒരു മാറ്റം സംഭവിക്കണം. നാം ഓരോ ദിവസവും വന്ന് ദൈവസന്നിധിയോട് കൂടുതൽ അടുക്കുകയും പണിയപ്പെടുകയോ ഒക്കെ ചെയ്തെങ്കിൽ മാത്രമേ ദൈവത്തിന് നമ്മളെ അടുത്തൊരു സ്റ്റേജിലേക്ക് ഉപയോഗിക്കുവാനായിട്ട് കഴിയത്തുള്ളൂ. നാം ഇന്ന് രാവിലെ കേട്ടതുപോലെ ഒരേ കാര്യം ചെയ്തു കഴിഞ്ഞാൽ ഒരേ റിസൾട്ടേ കിട്ടത്തുള്ളൂ. നമ്മൾ വ്യത്യസ്തമായിട്ട് കാര്യങ്ങൾ ചെയ്യുമ്പോൾ വ്യത്യസ്തമായ റിസൾട്ട് കിട്ടും. അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിലും നമുക്കൊരു ട്രാൻസ്ഫോർമേഷൻ ഇല്ലാതെ ദൈവത്തിന് നമ്മളെ അടുത്തൊരു സ്റ്റേജിലേക്ക് ഉപയോഗിക്കുവാനായിട്ട് കഴിയത്തില്ല. പ്രൈസ് ദി ലോർഡ്. വളരെ പ്രാർത്ഥനയിലൂടെ നമുക്ക് ആയിരിക്കാം. ഇന്നത്തെ വചനത്തിൻ്റെ ചിന്തയ്ക്കായിട്ട് മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായത്തിൻ്റെ 28-29 വാക്യങ്ങൾ വായിക്കാം. പ്രൈസ് ദി ലോർഡ്. ഇവിടെ യേശു അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരോട് പറയുന്ന ഒരു കാര്യം, നിങ്ങളൊരു കാര്യം ചെയ്യുക, എന്നോട് പഠിപ്പിൻ. ഹല്ലേലൂയ. എന്നോട് പഠിപ്പിൻ. നമ്മളൊക്കെ ലോകത്തിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്, സ്കൂളുകളിൽ പഠിക്കുന്നുണ്ട്, ഇപ്പോൾ പ്രൊഫഷണൽ കോഴ്സുകളിൽ നാം പഠിക്കുന്നുണ്ട്. അപ്പോൾ ഇവരെല്ലാം നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കാര്യം എന്തിനു വേണ്ടിയിട്ടാണ് പഠിപ്പിക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ സക്സസ്ഫുൾ ആകണം, നമ്മൾ പ്രയോജനപ്പെടണം, നമ്മുടെ കരിയറിൽ നമ്മൾ സക്സസ്ഫുൾ ആകണം. ഇപ്പോൾ നമ്മളൊരു എൻജിനീയറായിട്ട് ഇവിടെ പഠിക്കുകയാണെങ്കിൽ എൻജിനീയറിംഗ് കോളേജിൽ പഠിച്ചു കഴിയുമ്പോൾ ഇതിൻ്റെ ഫൈനൽ ഇയറിൽ അല്ലെങ്കിൽ അതിനോടനുബന്ധിച്ച് അവർ പഠിപ്പിക്കുന്ന ഒരു കാര്യം, തിയറിയൊക്കെ പഠിച്ചെങ്കിലും എങ്ങനെയാണ് നിങ്ങൾക്ക് ഈ ദേശത്ത് ജോലി ചെയ്ത് സക്സസ്ഫുള്ളായിട്ട് ആയിത്തീരാനായിട്ട് കഴിയത്തുള്ളൂ. അതിപ്പോൾ മെഡിക്കൽ കോളേജിലാണെങ്കിൽ അങ്ങനെ, ഡെൻ്റൽ കോളേജിലാണെങ്കിൽ അങ്ങനെ, എല്ലായിടവും ഇവിടെ എങ്ങനെയാണ് ബിസിനസ് ചെയ്യുന്നതെന്നുള്ള കാര്യം കൂടെ പഠിപ്പിക്കും. ഹല്ലേലൂയ. എങ്ങനെ ജീവിക്കണമെന്നുള്ളതും കൂടെ പഠിപ്പിക്കും. ഇവിടെ യേശു പറയുകയാണ്, നിങ്ങളൊക്കെ ഭാരം ചുമക്കുന്നവരാണ്, പക്ഷേ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ എന്നിൽ നിന്ന് പഠിപ്പീൻ. എന്നിട്ട് അവിടെ പറയുന്നു, എൻ്റെ നുകം മൃദുവും എൻ്റെ ചുമട് ലഘുവുമാകുന്നു. ഹല്ലേലൂയ. ഇതൊരു വലിയ വെളിപ്പാടാണ്. നമ്മൾ പലപ്പോഴും ധരിച്ചു വച്ചിരിക്കുന്നത് ഈ ക്രിസ്തീയ ജീവിതം എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. ഹല്ലേലൂയ. ഈ കുഞ്ഞുങ്ങളോടൊക്കെ സ്നാനപ്പെടുന്ന കാര്യം പറയുമ്പോൾ അവരുടെ ഒരു മടി എന്താണെന്ന് ചോദിച്ചാൽ, ഇതെങ്ങാണം പെട്ടുകഴിഞ്ഞാൽ പെട്ടുപോയതിന് തുല്യമാണല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് പലരും സ്നാനപ്പെടാതിരിക്കുന്നത്. കുറച്ച് നാളും കൂടെ ഒന്ന് എൻജോയ് ചെയ്തിട്ട് സ്നാനപ്പെടാം. പ്രൈസ് ദി ലോർഡ്. ഞാൻ പറഞ്ഞ നമ്മുടെ കുഞ്ഞുങ്ങളോടാണ്. അപ്പോൾ എന്താണെന്ന് ചോദിച്ചാൽ അവർ വിചാരിക്കുന്ന ഇത് വലിയ ഭാരമുള്ളൊരു സംഭവമാണ് ഇത് നമ്മുടെ തലയിൽ കയറുന്നതെന്ന്. നേരത്തെ പറഞ്ഞതുപോലെ കർത്താവിന് എപ്പോഴും ഒരു കമ്മിറ്റ്മെൻറ്റ് വേണം. കമ്മിറ്റ്മെൻ്റ് ഇല്ലാത്ത ഒരുപാട് പേരുണ്ട്. കർത്താവിനെ ഒരുപാട് പേര് ഫോളോ ചെയ്തു, പക്ഷേ കമ്മിറ്റഡ് ആയിട്ടുള്ളവർ കുറച്ച് ആൾക്കാരെ ഉള്ളായിരുന്നു. അപ്പം കഴിക്കാൻ ഒരുപാട് പേരുണ്ടായിരുന്നു, മീറ്റിങ്ങിന് വരാൻ ഒരുപാട് പേരുണ്ടായിരുന്നു, പക്ഷേ കർത്താവിനെ റിയലായിട്ട് ഫോളോ ചെയ്തത് വളരെ കുറച്ച് ആൾക്കാരെ ഉള്ളായിരുന്നു. അപ്പോൾ ഇവിടെ പറയുകയാണ്, ഇത് വളരെ ലഘുവാണ്, മൃദുവാണ്. കാര്യം നിങ്ങൾക്ക് എടുക്കാൻ പറ്റാത്ത ചുമടുകളൊന്നും ദൈവവചനമോ ദൈവസഭയോ നിങ്ങളുടെ മേളിൽ വയ്ക്കുന്നില്ല. ഇനി നിങ്ങൾക്ക് അങ്ങനെ ഒരു ഫീലിംഗ് ഉണ്ടായെങ്കിൽ അതിന് ഞങ്ങളാണ് ഉത്തരവാദികൾ. കാര്യം ഞങ്ങളിതെല്ലാം കൂടെ പറഞ്ഞ് പഠിപ്പിച്ച് തിയോളജി ഇതെല്ലാം കൂടെ പറഞ്ഞ് ഇപ്പോൾ ആൾക്കാർക്ക് പേടിയായി തുടങ്ങി ചർച്ച വരാൻ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ദൈവവചനം വളരെ ക്ലിയറായിട്ട് പഠിപ്പിക്കുകയാണ്, ഇത് ലഘുവാണ്, ഇത് ലൈറ്റാണ്, പക്ഷേ ഇത് ലോകത്തിൻ്റെ പഠിപ്പീരിനോട് ഒരുമിച്ച് പോകുന്ന ഒരു കാര്യമല്ല. ലോകത്തിൻ്റെ പഠിപ്പീരിൽ നിന്ന് ഇച്ചിരി വ്യത്യസ്തമായ ഒരു കാര്യമാണ്. നിങ്ങൾ ഈ ലോകത്തിൽ കാണുന്ന ഈ പ്രഷറും ഇതുമെല്ലാം എടുത്ത്, ഈ ഭാരമെല്ലാം എടുത്ത്, എനിക്ക് അത് ചെയ്യണം, ഇത് ചെയ്യണം, മറ്റേത് ചെയ്യണം, ഇതെല്ലാം കൂടെ എടുത്ത് എന്തോ ചെയ്യും? നിങ്ങളുടെ BP എല്ലാം കൂടെ കൂടുക. ഓവർ ടൈമിൻ്റെ മേളിൽ ഓവർ ടൈമിൻ്റെ മേളിൽ ഓവർ ടൈമും കൂടെ കയറി എന്തോ ചെയ്യുന്നു? ശരീരം പോകുന്നു, മനസ്സ് പോകുന്നു, കുടുംബജീവിതം തകരാറാകുന്നു,
ഇതെല്ലാം കൂടെ തരിപ്പിടമാകുന്ന ഒരവസ്ഥ. എന്നിട്ട് അവസാനം എന്തോ ആയി തീരുക? ഒന്നും കിട്ടുന്നില്ല. പണ്ട് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു, ഒരു ഉദാഹരണം പറഞ്ഞാൽ, പണ്ട് കേരളത്തിൽ മത്സ്യബന്ധനത്തിനെ പ്രോത്സാഹിപ്പിക്കുവാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ് ഒരു ഇനിഷ്യേറ്റീവ് എടുത്തു. അപ്പോഴിങ്ങനെ അവിടെ ചെന്ന് കുറച്ച് ആൾക്കാർ, അതിൻ്റെ ഓഫീസേഴ്സ് എല്ലാം അങ്ങോട്ട് ചെന്ന് ഈ പുതിയ സംവിധാനം അനുസരിച്ച് മീൻ പിടിക്കുന്ന കാര്യം നിങ്ങൾ കേൾക്കണം, കുഞ്ഞുങ്ങളൊക്കെ കേൾക്കണം, കഥയല്ലേ പറയുന്നത്. അപ്പോൾ ഇങ്ങനെ മീൻ പിടിക്കുന്നതിനെക്കുറിച്ചൊക്കെ പഠിപ്പിച്ചപ്പോൾ സാധാരണയുള്ള ഫിഷേഴ്സ് ഈ മീൻപിടുത്തക്കാർക്ക് ഇതൊന്നും കേൾക്കാൻ വലിയ താല്പര്യമില്ല. അങ്ങനെ ഇപ്പോൾ ഗവൺമെൻറ് പറഞ്ഞു, ഇനി അവരെ അടുത്ത് പോയി നമ്മളവരെ കൺവിൻസ് ചെയ്യണം. അങ്ങനെ ചെന്നു. അങ്ങനെ ഒരു ഓഫീസർ ചെന്നപ്പോൾ ഒരു മനുഷ്യൻ ഇങ്ങനെ വള്ളത്തിൻ്റെ മേളിൽ ഇങ്ങനെ സുഖമായിട്ട് കിടന്ന് ഇങ്ങനെ ഉറങ്ങുക. അപ്പം അദ്ദേഹത്തിനെ വിളിച്ചുണർത്തിയിട്ട് പറഞ്ഞു, ഇന്നോലെ സഹോദര, നിങ്ങളിങ്ങനെയൊക്കെ കിടന്ന് ഉറങ്ങിയാൽ മതിയോ? നിങ്ങൾക്കൊരു കുറച്ച് എന്താ പറയുന്നത്, ഒരു നല്ല ഭവനമൊക്കെ വേണ്ടായോ? നല്ല രീതിയിൽ മീനൊക്കെ പിടിക്കണ്ടേ? കുറച്ചുകൂടെ ഒക്കെ പൈസ ഉണ്ടാക്കണ്ടേ? പുള്ളി പറഞ്ഞു, പൈസ ഉണ്ടാക്കിയിട്ട് എന്തിനാ? പറഞ്ഞു, പൈസ ഉണ്ടാക്കിയാൽ നിങ്ങൾക്ക് നല്ല ബോട്ട് മേടിക്കാം. പുള്ളി പറഞ്ഞു, നല്ല ബോട്ട് മേടിച്ചിട്ട് എന്തിനാ? നല്ല ബോട്ട് മേടിച്ചാൽ ഒരുപാട് മീനെ പിടിക്കാം. ഒരുപാട് മീനെ പിടിച്ചാൽ എന്താ, കുറച്ചുകൂടെ കാശ് കിട്ടും. കുറച്ചുകൂടെ കാശ് കിട്ടുമ്പോൾ എന്താ ചെയ്യും? കുറച്ചുകൂടെ നല്ല ഭവനം മേടിക്കാം. പുള്ളി പറഞ്ഞു, ഈ ഭവനം മേടിച്ചിട്ട് എന്തിനാ? പിന്നെ അവസാനം ഈ മനുഷ്യനെ നിവർത്തി കെട്ടിയിട്ട് പറഞ്ഞു, സുഖമായിട്ട് കിടന്ന് ഉറങ്ങാവിടോ. അപ്പോൾ പുള്ളി പറഞ്ഞു, അതല്ലയോ ഞാനിവിടെ ചെയ്തുകൊണ്ടിരുന്നത്. ഉറങ്ങിക്കിടന്ന് എന്നെ വിളിച്ചുണർത്തിയിട്ട് അവസാനം എന്നോട് സുഖമായിട്ട് ഉറങ്ങാനുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു തരിക. പലപ്പോഴും ലോകം ഇതൊക്കെയാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. അവർ പറയുന്നത് ഭാരം കുറയ്ക്കാനായിട്ടത്. ഈ മൊബൈൽ ഫോൺ കണ്ടുപിടിച്ചപ്പോൾ എന്തുമായിരുന്നു? നമ്മുടെ ജീവിതം കുറച്ചുകൂടെ ലൈറ്റാക്കാൻ വേണ്ടിയിട്ട് കണ്ടുപിടിച്ചൊരു സാധനമാണ്. ഇപ്പോൾ ഇതുപോലെ കോംപ്ലിക്കേറ്റഡ് ആക്കിയ ഒരു സാധനം വേറെയില്ല, അല്ലേ? ഇപ്പോൾ ഒരു ടിക്ക് അടിച്ചു കഴിഞ്ഞിട്ട് ഡിങ് എന്നൊരു സൗണ്ട് കേട്ട് കഴിഞ്ഞാൽ നമ്മൾ സ്റ്റെയറിൽ നിന്നൊക്കെ ഓടി വരും, ഏതാണ്ട് മെസ്സേജ് ചെയ്യുന്നത്. ഇത് നമ്മുടെ ജീവിതത്തെ എന്താ പറയുക, കോംപ്ലക്സ് ആക്കി മാറ്റുക. ഞാനൊരു തമാശ പറഞ്ഞെങ്കിലും നിങ്ങളുടെയൊക്കെ ലൈഫിനോട് എടുത്ത് ചോദിച്ചാൽ മതി. നമ്മുടെ ഈ ടാർഗറ്റും നമ്മളിങ്ങനെ ചെയ്യുക, നമ്മളിങ്ങനെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയാണല്ലോ ഇപ്പോൾ എല്ലായിടും പഠിപ്പിക്കുന്നത്. നിങ്ങൾ ടാർഗറ്റ് വയ്ക്കുക, അങ്ങനെ പിടിക്കുക, അച്ചീവ് ചെയ്യുക, ഇതെല്ലാം കൂടെ കഴിഞ്ഞ് BP അടിച്ച് ഒരു പരുവായിത്തീരും. ഹലോ, ഞങ്ങൾ ഈ മാനേജേഴ്സിൻ്റെ ഇടയ്ക്ക് പറയുന്നത്, ചിലരെയൊക്കെ ഓടിക്കാൻ വേണ്ടിയിട്ട് ഒരു ക്യാരറ്റ് കാണിച്ചാൽ മതിയെന്നാണ്. ക്യാരറ്റ് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ പറയും, നമ്മൾ ഓരോരുത്തരെ അങ്ങ് പൊക്കിവിടും. യു ആർ ഇൻ ലൈം ലൈറ്റ്, അടുത്ത പ്രൊമോഷൻ നിനക്കായിട്ട് കാത്തിരിക്കുന്നു, മരിച്ചങ്ങ് പണിഞ്ഞു. ഇങ്ങനെ ഈ ക്യാരറ്റിൻ്റെ പുറകെ ഓടി കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഇവൻ്റെ കാര്യം പോകും. ഇങ്ങനെയുള്ള ഒരുപാട് ലോകത്തിൻ്റെതായ പ്രിൻസിപ്പിൾസ്. ഇപ്പോൾ യേശു പറയുകയാണ്, ഇതിനകത്തുനിന്ന് വ്യത്യസ്തമായിട്ടാണ് യേശുവിൻ്റെ പ്രിൻസിപ്പിൾസ്. അത് പറയുകയാണ്, നിങ്ങൾ ഭാരം ചുമക്കുന്നവരൊക്കെ എൻ്റെ അടുക്കൽ വാ, നിങ്ങളുടെ ഭാരം ഞാൻ മാറ്റാം. പക്ഷേ ഇച്ചിരി വ്യത്യസ്തമാണ്. ഒരു 13 വർഷം വിയറ്റ്നാമിൽ കർത്താവിന് വേണ്ടിയിട്ട് ജയിലിൽ കിടന്ന ഒരു മനുഷ്യൻ താൻ എഴുതിയ ഒരു പുസ്തകത്തിൽ താൻ ഇങ്ങനെ പറഞ്ഞു, യേശുവിൻ്റെ ചില കുറവുകളാണ് എന്നെ യേശുവിലേക്ക് ആകർഷിച്ചത്. അപ്പോൾ നമ്മൾ വിചാരിക്കും, യേശുവിന് എന്താ കുറവ്? യേശുവിൻ്റെ കുറവുകളാണ് എന്നെ യേശുവിലേക്ക് ആകർഷിച്ചത്. യേശുവിൻ്റെ കുറവ് താൻ പറഞ്ഞ ആദ്യത്തെ കാര്യം, യേശുവിന് ഈ കണക്ക് നോക്കി ഒരു ലോജിക്കൊന്നുമില്ല. കാര്യം, അല്ലെങ്കിൽ ആരെങ്കിലും ലോജിക്കുണ്ടെങ്കിൽ ഈ 99 കളഞ്ഞിട്ട് 1 പുറകെ പോകും. അല്ല, നിങ്ങളൊന്ന് ചോദിച്ചാൽ ഇവിടെ 99 ഒരാളുടെ പുറകെ പോകും? ഇല്ല. അതൊരു ലോജിക്കലായിട്ടുള്ളൊരു കാര്യമില്ല. ഇവിടുത്തെ എത്തിക്സ് ഒക്കെ പഠിക്കുന്നത് നിങ്ങൾക്കറിയാമല്ലോ, നിങ്ങൾ പലരും എത്തിക്സിൻ്റെ എക്സാമൊക്കെ എഴുതിയിട്ടുണ്ടല്ലോ. എത്തിക്സിൻ്റെ ഇതനുസരിച്ച് പോലും കൂടുതൽ ആൾക്കാർക്ക് എഫക്റ്റ് ചെയ്യുന്ന കാര്യത്തിന് നമ്മൾ പ്രയോറിറ്റി കൊടുക്കുക. ഇപ്പോൾ ഇങ്ങേപ്പുറത്ത് 3 പേര് മരിക്കും, ഇങ്ങേപ്പുറത്ത് 30 പേര് മരിക്കുമെങ്കിൽ നമ്മൾ ഈ 3 പേരെ മരിക്കാൻ വിടണോ എന്നുള്ളതാണ് ഇവിടുത്തെ എത്തിക്സ് തന്നെ നമ്മളെ പഠിപ്പിക്കുന്നത്. പക്ഷേ യേശുവിൻ്റെ എത്തിക്സ് ഡിഫറൻ്റാണ്. അതാ ഞാൻ പറഞ്ഞ, ലോകത്തിൽ നിന്നുള്ള കണക്ക് കൂട്ടലുകളല്ല ദൈവത്തിൻ്റെ കണക്ക് കൂട്ടലുകൾ. അപ്പോൾ ദൈവം നമ്മളെ പഠിപ്പിക്കുന്നത് വ്യത്യസ്തമാണ്. ഒരു കണക്കിന് തിരിച്ച് ചിന്തിച്ചാൽ കർത്താവ് അങ്ങനെ ഈ 99 നോക്കി പോയായിരുന്നെങ്കിൽ നമ്മളെവിടെ ആയിരുന്നേ? അപ്പോൾ ഇന്ന് ദൈവസന്നിധിയിൽ ഇരിക്കുമ്പോൾ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. ഈ കർത്താവിന് കണക്ക് കൂട്ടാൻ അറിഞ്ഞുകൂടാത്തത് കൊണ്ടും
കർത്താവിന് ഈ നല്ല തെരഞ്ഞെടുപ്പ് ചെയ്യാൻ പറ്റാത്ത ഒരാളായതുകൊണ്ടുമാണ് നമ്മൾ പലരും ഇതിനകത്ത് വന്നത്. അല്ലേ? ശരിയല്ലേ? ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, കർത്താവിന് നല്ല ആൾക്കാരെ തിരഞ്ഞെടുക്കാൻ അറിയാമായിരുന്നെങ്കിൽ നമ്മളൊന്നും ഈ സെലക്ഷൻ ക്രൈറ്റീരിയക്കകത്ത് വരത്തില്ലായിരുന്നു. ഒരുപക്ഷെ നിങ്ങൾ വരുമായിരിക്കും, ഞാൻ വരത്തില്ലായിരുന്നു. ഹല്ലേലൂയ. നമ്മൾ ഈ കാര്യങ്ങളും പാരമ്പര്യവും നമ്മൾ ചിലപ്പോൾ ഈ കല്യാണത്തിനൊക്കെ നോക്കുമ്പോഴേ എവിടം വരെ അങ്ങ് പോവും, അങ്ങ് തലമുറയായിട്ട് അങ്ങ് പോവും. പോയിട്ട് എവിടെയെങ്കിലുമൊക്കെ ചെന്ന് പകലോ മുറ്റത്തിനകത്തും ഒക്കെ നമ്മളങ്ങ് കണക്ട് ചെയ്ത് അങ്ങനെയൊക്കെയല്ലേ കല്യാണം നോക്കുന്നത്. കാര്യം നമ്മൾ അങ്ങ് അത്ര തലമുറ വരെ നോക്കും. കർത്താവ് അങ്ങനെ നമ്മുടെ തലമുറ എങ്ങനെ നോക്കിയായിരുന്നു എവിടെ ചെന്ന് അവസാനിച്ചേനെ. നമ്മളാരും ഇതിനകത്ത് കാണത്തില്ലായിരുന്നു. പക്ഷേ ഇത് ക്വാളിഫിക്കേഷൻ ഒന്നും കർത്താവിന് നോക്കാൻ അറിയത്തില്ലായിരുന്നു, അല്ലെങ്കിൽ കർത്താവ് നോക്കിയില്ല. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാഷയിൽ അങ്ങനെ കണക്ക് നോക്കാൻ അറിയാത്ത, എക്സ്പെക്റ്റേഷൻസ് ഇല്ലാതെ ദൈവം നമ്മളെ സ്നേഹിച്ചതുകൊണ്ടാണ്, ആ ഒരു വീക്ക്നെസ്സിൻ്റെ പുറത്താണ് നമ്മൾ ഇതിനകത്ത് കയറിയത്. ആ കാര്യം നാം മനസ്സിലാക്കണം. കാര്യം പലപ്പോഴും നമ്മൾ പലരെയും സമീപിക്കുന്നത് ചില എക്സ്പെക്റ്റേഷനോടുകൂടിയാണ്. ഒരു ദേവദാസ് ഇങ്ങനെ പറഞ്ഞു, അദ്ദേഹം പത്രത്തിൽ ജോലി ചെയ്യുന്ന ഒരു മനുഷ്യനാണ്. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ ട്രെയിനകത്ത് ഇങ്ങനെ നിൽക്കുക, കുറേ നേരം നിന്നിട്ടും അവിടെ ആരും എണ്ണീക്കുന്നില്ല, ജനറൽ കമ്പാർട്ട്മെൻറ്റില്ല. അപ്പോൾ ഇങ്ങനെ കന്ന് കാലൊക്കെ ഇങ്ങനെ വേദനിക്കുന്നു, ഒരു കാലേ നിൽക്കുന്നു, രണ്ട് കാലേ നിൽക്കുന്നു. ഇങ്ങനെയൊക്കെ നിന്ന സമയത്ത് ദാണ്ട ഒരു മനുഷ്യൻ ഉറക്കത്തിൽ നിന്ന് ഇങ്ങനെ എണ്ണീറ്റ് ചോദിച്ചു, ഇന്നാളല്ലേ? അപ്പം പുള്ളിക്ക് വലിയ ആശ്വാസം തോന്നി, പരിചയമുള്ള ഒരാളെ കണ്ടല്ലോ. പുള്ളി വളരെ സന്തോഷത്തോട് പറഞ്ഞു, അതെ, പുള്ളിയുടെ എക്സ്പെക്റ്റേഷൻ എന്ന് പറഞ്ഞാൽ ഇദ്ദേഹം എണ്ണീക്കുമെന്നുള്ളതാണ്. അപ്പം പുള്ളി ഉടനെ ഒരു ഇതൊക്കെ എടുത്തിട്ട് നമ്പർ ഒന്ന് തരാമോ? അപ്പോൾ ഈ നമ്പറൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ എന്നിട്ട് പുള്ളി പറഞ്ഞു, ഇന്നോലെ ഞങ്ങളുടെ നാട്ടിൽ ആരെങ്കിലും വല്ലതും മരിക്കുകയോ കാണാമെന്നെങ്കിൽ വിളിച്ച് പറയാൻ വേണ്ടിയിട്ട് നമ്പറൊന്നും എടുത്തന്നേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് ആ മനുഷ്യൻ പിന്നെയും കിടന്നുറങ്ങി. അപ്പോൾ ഈ മനുഷ്യൻ പറയുകയാണ്, എൻ്റെ ഒരു എക്സ്പെക്റ്റേഷൻ അറിയാവുന്നതൊക്കെ വെച്ചിട്ട് പുള്ളി കുറച്ച് സീറ്റ് തരുമോ എന്നല്ലായിരുന്നു, അല്ലെങ്കിൽ ഒന്ന് എണ്ണീറ്റ് എന്നെ കൂടി ഇരുത്തുമെന്നുള്ളതായിരുന്നു. പക്ഷേ ഓരോരുത്തരും പറഞ്ഞു വന്നത്, ഓരോരുത്തരുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുന്നത് പലപ്പോഴും മാനുഷികമായ എക്സ്പെക്റ്റേഷനോടുകൂടെയാണ്. ഹല്ലേലൂയ. യേശു ഇങ്ങനെ എക്സ്പെക്റ്റേഷൻ നോക്കി കോൺടാക്റ്റ് ചെയ്തായിരുന്നെങ്കിൽ നമ്മളെവിടെ ആയിരുന്നേനെ? അല്ല, നമ്മളെ കോൺടാക്റ്റ് ചെയ്തിട്ട് എന്തെങ്കിലും യേശുവിന് കിട്ടിയോ? തലവേദന അല്ലാതെ, അല്ലേ? ജസ്റ്റ് തിങ്ക് അബൌട്ട് ഇറ്റ്. നമ്മളെ തിരഞ്ഞെടുത്തിട്ട് എന്തെങ്കിലും കിട്ടിയോ? നമ്മളെ ഈ ബ്ലഡ് കൊടുത്ത് വീണ്ടെടുത്തിട്ട് കർത്താവിന് എന്തെങ്കിലും കിട്ടിയോ? ഇവിടെ കിടന്ന് കണ്ണീരും കരച്ചിലും പരാതിയും പറച്ചിലും അല്ലാതെ എന്തെങ്കിലും നമുക്ക് കേൾക്കാനുണ്ടോ? നമ്മുടെ ആരാധനയ്ക്ക് വരുമ്പോൾ തന്നെ ആരെങ്കിലും സന്തോഷത്തോടുകൂടെ ഹൃദയം നിറഞ്ഞ്, കർത്താവേ, നീ എനിക്കായിട്ട് ചെയ്ത ഉപകാരങ്ങൾക്ക്, അല്ലെങ്കിൽ ഒരു യോഗ്യതയും ഇല്ലായിരുന്നിട്ട് എന്നിൽ നിന്ന് നിനക്കൊന്നും ലഭിക്കത്തില്ലെന്ന് അറിഞ്ഞിട്ടും എന്നെ തെരഞ്ഞെടുത്ത ആ ഒരു സ്നേഹം. ഹല്ലേലൂയ. ലോകം മുഴുവൻ എക്സ്പെക്റ്റേഷൻ്റെ പുറകെ പോകുമ്പോൾ യേശുവിന് ഒരു എക്സ്പെക്റ്റേഷൻ നിന്നെക്കുറിച്ചില്ലായിരുന്നു. എക്സ്പെക്റ്റേഷൻ ഉണ്ടായിരുന്നു, നിന്നെ തിരഞ്ഞെടുക്കത്തില്ലായിരുന്നു. ഹല്ലേലൂയ. അപ്പോൾ യേശുവിന് കാൽക്കുലേറ്റ് ചെയ്യാൻ അറിയത്തില്ല, ഒരു മനുഷ്യനെ നോക്കാൻ അറിയത്തില്ല. ഈ മനുഷ്യൻ്റെ ഭാഷയെ പറഞ്ഞതാണ്. ഞാൻ വേറൊരു യേശുവിന് ഇത് അറിയത്തില്ലെന്നല്ല ഞാൻ പറയുന്നത്. പുള്ളി പറയുന്നത് അങ്ങനെ ആയതുകൊണ്ടാണ് നമ്മൾ ഓരോരുത്തരെയും ദൈവം തിരഞ്ഞെടുക്കുവാനായിട്ടിടയായത്. ഹല്ലേലൂയ. പിന്നെ താൻ പറയുന്ന ഒരു കാര്യം, ഈ എക്സ്പെക്റ്റേഷനോട് ചേർന്ന് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ നമ്മുടെ ഈ കുടുംബജീവിതത്തിലും ആപ്ലിക്കേഷനിൽ കൊണ്ടുവരുവാനായിട്ട് കഴിയും. നമ്മുടെ ഈ എക്സ്പെക്റ്റേഷൻ. ഈ ജോൺ ഗാരി എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ഈ കുടുംബജീവിതത്തെക്കുറിച്ച് പുസ്തകങ്ങളൊക്കെ എഴുതിയിട്ടുള്ള ഒരു വ്യക്തിയാണ്. അദ്ദേഹം ഇതിനെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ ബുക്കിൽ താൻ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, ഈ ഹസ്ബൻഡ് ആൻഡ് വൈഫ് അവർ തമ്മിൽ ദീർഘനാൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒരുമിച്ച് താമസിക്കുന്നു, എല്ലാ കാര്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചെയ്തു കൊടുക്കുന്നു. ഇതിനെല്ലാം ഒക്കെ ആണെങ്കിലും പുള്ളി പറയുന്നത് ഇവർ രണ്ടുപേരുടെ അകത്തൊരു കണക്ക് പുസ്തകം അവർ സൂക്ഷിച്ചിട്ടുണ്ടെന്നുള്ളതാണ്. ഇവർ രണ്ടുപേരുടെ അകത്തൊരു കണക്ക് പുസ്തകം സൂക്ഷിച്ചിട്ടുണ്ട്. 2 കോളമുണ്ട് അതിനകത്ത്. 1 ഞാൻ അവൾക്ക് വേണ്ടി ചെയ്തത്, 2 അവൾ എനിക്ക് വേണ്ടി ചെയ്തത്.
ഇതൊന്നും പറയത്തില്ല. എന്നിട്ട് ഇവർ രണ്ടുപേരും ഈ ഇങ്ങനെ മാർക്കിട്ടുകൊണ്ടിരിക്കുക. ഞാൻ അദ്ദേഹത്തിന് വേണ്ടി ചെയ്ത കാര്യങ്ങളെല്ലാം അങ്ങോട്ട് വെച്ച് നോക്കുമ്പോൾ നമ്മൾ ആ മാർക്കിടുന്നെങ്കിൽ നമ്മളെന്തോ അതിനൊരു 100 മാർക്കിടും. മറ്റവർക്ക് അവരെന്തൊക്കെ ചെയ്ത് അതിനൊരു 40 30 ഒക്കെ കൊടുത്താൽ മതി എന്ന് നമ്മുടെ ഒരു ചിന്തയാണ്. രാവിലെ എണ്ണീക്കത്തില്ല, ബെഡ് അടുക്കി വയ്ക്കത്തില്ല, അവിടെ നിന്ന് ഇങ്ങനെ എന്താ പറയുന്നത്, ഒരു ചായ ഇട്ട് കുടിക്കത്തില്ല, എല്ലാം ഞാൻ തന്നെ ചെയ്തു കൊടുക്കണം. ഈ മനുഷ്യന് എങ്ങനെ മാർക്ക് കൊടുക്കാൻ പറ്റും? പാസ് മാർക്ക് പോലും കൊടുക്കാൻ കൊള്ളത്തില്ല, എന്നാലും കൊടുക്കത്തില്ല, ഒരു 30 മാർക്ക് ഇട്ടോടെ. അപ്പോൾ ഇങ്ങനെ 2 കൂട്ടരും ഈ 2 കണക്ക് പുസ്തകം കൊണ്ടിരിക്കുക. അപ്പോൾ ഈ കണക്ക് പുസ്തകങ്ങളുടെ ഇടയിൽ എന്താ വെച്ചാൽ ഒരു ഗ്യാപ്പ് ഉണ്ടാകുക. അപ്പം നമ്മുടെ എപ്പോഴും അകത്ത് നമ്മൾ ആരോടും പറയത്തൊന്നുമില്ല. എങ്ങനെയാണ് ചർച്ചിലൊന്നും പറയത്തൊന്നുമില്ല, ഇങ്ങനെ പറയാൻ കൊള്ളാവുന്ന കാര്യമാണ്. നമ്മൾ എന്നിട്ട് ഇത് രണ്ടും ഇങ്ങനെ 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 സൂക്ഷിച്ച് വെച്ചിട്ട് ഇത് രണ്ടിൻ്റെ ഇടയ്ക്ക് ഭയങ്കര ഗ്യാപ്പാണ്. അപ്പോൾ ഈ ഗ്യാപ്പിൻ്റെ ഇടയിൽ ഇങ്ങനെ എന്താ അദ്ദേഹത്തിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ഇതിനകത്തെല്ലാം നമ്മൾ ഒരു എന്താ പറയുന്നത്, ഈ വെടിമരുന്ന് സൂക്ഷിക്കുന്നത് പോലെ ഇതിനകത്തെല്ലാം ഇങ്ങനെ വെടിമരുന്ന് സൂക്ഷിച്ചേക്കുക. അങ്ങനെ ഇരിക്കുമ്പോഴാണ് വേണ്ടേ എവിടുന്നെങ്കിലും ഒരു സ്പാർക്ക് ഉണ്ടാകുന്നു. ഇതെല്ലാം കൂടെ പൊട്ടിത്തെറിക്കുന്നു. അപ്പം നമ്മൾ ആരെയാണ് ബ്ലെയിം ചെയ്യുന്നത്? നമ്മൾ ബ്ലെയിം ചെയ്യുന്നത് ഈ മനുഷ്യൻ ഇത് പറഞ്ഞതുകൊണ്ട്. ഈ സ്പാർക്കാണ് പൊട്ടിച്ചതെന്നാണ് നമ്മുടെ വിഷയം. പക്ഷേ ഈ സ്പാർക്കല്ല പൊട്ടിക്കുന്നത്. ഈ വർഷങ്ങളായിട്ട് നമ്മുടെ അകത്ത് നിറച്ച വെടിമരുന്നുണ്ടല്ലോ, അതാണ് ഈ പൊട്ടിത്തെറിയുടെ കാരണമായിട്ട് വരുന്നത്. ഇതെൻ്റെ ഭാഷയല്ല, അദ്ദേഹത്തിൻ്റെ ഒരു തിയറിയാണ് ഞാൻ പറഞ്ഞത്. ഒരു തരത്തിൽ സത്യമാണ്. നമ്മുടെ മറ്റുള്ളവരെക്കുറിച്ചുള്ളൊരു എക്സ്പെക്റ്റേഷനാണ് പലപ്പോഴും ഒരു പൊട്ടിത്തെറിയിൽ നമ്മളെ കൊണ്ടെത്തിക്കുന്നത്. ഹല്ലേലൂയ. നമ്മളും കർത്താവുമായിട്ടുള്ളൊരു ബന്ധത്തിൽ നമുക്കൊരു എക്സ്പെക്റ്റേഷനൊക്കെ ഉണ്ട്. കർത്താവെ, ഞാൻ ഇങ്ങനെ കർത്താവിനെ ഫോളോ ചെയ്യുന്നത് കൊണ്ട് എനിക്ക് ഇന്ന കാര്യങ്ങളൊക്കെ ലഭിക്കണം. അതല്ലേ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ പറയും, കർത്താവെ, കർത്താവിനെ അറിയുന്നവരും അറിയാത്തവരും തമ്മിലുള്ള വ്യത്യാസം നീ കാണിക്കണം. നമ്മുടെ എക്സ്പെക്റ്റേഷനാണ് അത്. കർത്താവിന് അങ്ങനെയുള്ള ഒരു എക്സ്പെക്റ്റേഷനും ഇല്ല. ഇവൻ രാവിലെ എണ്ണീറ്റ് അവന് മൂടുണ്ടായി പ്രാർത്ഥിക്കും, ഇല്ലേ പ്രാർത്ഥിക്കത്തില്ല, ഇഷ്ടമുണ്ടായി പോകും, അല്ലേ പോകത്തില്ല. ഇതൊക്കെയാണ് നമ്മളെക്കുറിച്ചുള്ള ഒരു പിക്ചർ. നമ്മളെക്കുറിച്ച് വലിയ എക്സ്പെക്റ്റേഷൻ കർത്താവിനുണ്ട്, എന്നാൽ അത് വെച്ചിട്ടല്ല നമ്മളോട് പെരുമാറുന്നത്. അപ്പം നമ്മൾക്ക് എപ്പോഴും ദൈവത്തെക്കുറിച്ചൊരു എക്സ്പെക്റ്റേഷനുണ്ട്. പക്ഷേ അത് ഭാര്യ ഭർത്തൃ ജീവിതത്തിൽ വരുമ്പോൾ ഈ എക്സ്പെക്റ്റേഷൻ എല്ലാം കൂടെ പൊട്ടിത്തെറിക്കാനായിട്ടിടയാകും. ഹല്ലേലൂയ. എഫേസ്യ ലേഖനത്തിലേക്ക് വന്നാൽ, എഫേസ്യ ലേഖനത്തിലേക്ക് കടന്നു വരാം. എഫേസ്യ ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 25-ാം വാക്യം. പ്രൈസ് ദി ലോർഡ്. പൗലോസ് എഫേസ്യ ലേഖനത്തിൽ ഭർത്താക്കന്മാരോട് പറയുന്ന ഒരു കാര്യം, ഞാൻ ഈ കുടുംബജീവിതത്തെക്കുറിച്ച് ക്ലാസ് എടുക്കുമൊന്നുമല്ല, അതിനുള്ള യോഗ്യതയൊന്നും എനിക്കില്ല. അപ്പം ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം അതിനേക്കാളും വളരെ സീനിയറായിട്ടുള്ള ആൾക്കാരൊക്കെ ഇവിടെ ഉണ്ട്, അതുകൊണ്ട് അവരാണ് കുടുംബജീവിതത്തെക്കുറിച്ച് ക്ലാസ് എടുക്കേണ്ടത്. ഞാൻ പറഞ്ഞതിൻ്റെ ഒരു കാര്യം, ഇത് നമ്മുടെ പ്രാക്ടിക്കൽ ലൈഫിൽ നമുക്ക് എന്നും കാണുന്നത് കൊണ്ട് ഈസി ആയിട്ട് കമ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമായതുകൊണ്ടാണ് ഞാനിത് എടുക്കുന്നത്. അപ്പം ഇവിടെ പറയുന്നു, ഭർത്താക്കന്മാരോട് പറയുകയാണ്, നിങ്ങൾ എന്തോ ചെയ്യണം, നിങ്ങളുടെ സ്റ്റാൻഡേർഡ് ഒന്ന് മാറ്റിയിട്ട് പിടിക്കണം. ഏതാ? കർത്താവ് സഭയെ സ്നേഹിച്ചതുപോലെ ഭാര്യയെ സ്നേഹിക്കണം. കർത്താവ് സഭയെ സ്നേഹിച്ചത് ഒരു എക്സ്പെക്റ്റേഷനും ഇല്ലാതെ സ്നേഹിച്ചത്. എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഇതിനകത്ത് ഒരൊറ്റ കോളമേ കാണാവൂ, അത് നിങ്ങളുടെ സ്നേഹം. പക്ഷെ അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ ആ ഒരൊറ്റ കോളമേ ഉള്ളൂ. ഇതിൻ്റെ സ്റ്റാൻഡേർഡ് കർത്താവ് സഭയെ സ്നേഹിച്ചതുപോലെ സ്നേഹിക്കണം എന്നുള്ളതാണെങ്കിൽ നമ്മളെപ്പോഴും ആ ഒരു കാര്യത്തിൽ കുറവുള്ളവരായിരിക്കും. അല്ല, ഏത് ഹസ്ബൻഡിന് എണ്ണീറ്റ് പറയും കർത്താവ് സഭയെ സ്നേഹിച്ചതുപോലെ ഞാൻ എൻ്റെ ഭാര്യയെ സ്നേഹിച്ചെന്ന്? ഒരു മനുഷ്യനും പറയത്തില്ല. നമ്മൾ സ്നേഹമുണ്ടോ എന്നൊക്കെ ചോദിച്ചാൽ സ്നേഹമുണ്ട്, എത്രത്തോളം ഉണ്ടോയെന്നൊക്കെ ചോദിച്ചാൽ നമുക്ക് തന്നെ അറിയത്തില്ല. ഇത് പറഞ്ഞതുപോലെ അങ്ങനെയാണെങ്കിൽ നമ്മളെപ്പോഴും നമ്മുടെ അകത്തൊരു ബോധ്യം കാണും, ഞാൻ എപ്പോഴും കുറവുള്ളവനാണെന്ന്. ഹല്ലേലൂയ. അപ്പം ഭാര്യമാരെക്കുറിച്ച് അതിൻ്റെ 22-ാമത്തെ വാക്യത്തിൽ എന്നെ എഴുതിയിരിക്കുന്നത്, കർത്താവിന് എന്നതുപോലെ സ്വന്തം ഭർത്താക്കന്മാർക്ക് കീഴടങ്ങുവേൻ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഇതും
ആപ്ലിക്കബിൾ. അങ്ങനെ കീഴടങ്ങിയിട്ടുള്ള ഏതെങ്കിലും ഭാര്യ ഇതിനകത്തുണ്ടോ? കർത്താവിനെന്നതുപോലെ കീഴടങ്ങിയിട്ടുള്ള ഭാര്യ ഉണ്ടോ? അപ്പം നമ്മുടെ സൈഡിലും ഉണ്ട്. നമുക്കും പറ്റിയിട്ടില്ല, അല്ലേ? നമുക്കും പറ്റിയിട്ടില്ല. നമുക്കും ആ ഒരു സ്റ്റാൻഡേർഡിനോട് എത്താനായിട്ട് പറ്റിയിട്ടില്ല. നമ്മൾ പിന്നെ കമ്പയർ ചെയ്യുന്ന മറ്റുള്ളവരുടെ സ്റ്റാൻഡേർഡുമായിട്ടൊക്കെ നമ്മൾ കമ്പയർ ചെയ്തിട്ട് പറയും, അവരെയൊക്കെ കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഞാനൊരു നല്ല ഭാര്യയാണെന്ന് പറയും. പക്ഷേ ആ ഒരു സ്റ്റാൻഡേർഡിനോട് നമുക്കും എത്താനായിട്ട് പറ്റിയിട്ടില്ല. അപ്പം നമ്മുടെ അകത്തും എന്ത് ചിന്ത വേണ്ടത്? കർത്താവ് പറഞ്ഞ സ്റ്റാൻഡേർഡിൽ ഞാനും എത്തിയിട്ടില്ല. ഇനിയപ്പുറത്തൊരു ചിന്ത വേണം, അവിടെയും കർത്താവ് പറഞ്ഞ സ്റ്റാൻഡേർഡിൽ ഞാനും എത്തിയിട്ടില്ല. അപ്പോൾ ഈ രണ്ടു പേർക്കും കുറവുണ്ടെന്ന് അവർക്കൊരു മനസ്സിലായാൽ തൻ്റെ ജീവിതത്തിലെ പല പ്രശ്നങ്ങളും തീരും. ഹല്ലേലൂയ. അപ്പോൾ ദൈവസഭയോടുള്ള ബന്ധത്തിലും നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്നത് നമ്മളങ്ങ് തികഞ്ഞവരാണെന്ന്. നമ്മൾ ദൈവസഭയിൽ വരുമ്പോൾ, ഞാൻ ആരാധിക്കുവാനിരുന്നപ്പോൾ സമയത്തും എൻ്റെ അകത്ത് ദൈവത്തിൻ്റെ ആത്മാവ് തന്നാൽ എപ്പോൾ നാം ദൈവസന്നിധിയിൽ വന്നാലും നമ്മുടെ അകത്ത് കരച്ചിലില്ലെങ്കിൽ, നമ്മൾ കരഞ്ഞില്ലെങ്കിൽ സംതിങ് സംവെയർ റോങ്. നമ്മൾ വേറെ ഏതാണ്ടോ ചിന്തിച്ചുകൊണ്ടിരിക്കുക. അല്ലെങ്കിൽ നമുക്ക് ഇതുവരെ അതിൻ്റെ ഗുഡൻസ് മനസ്സിലായിട്ടില്ല. പലർക്കും വർഷങ്ങളായിട്ട് ഇതിൻ്റെ ഒന്നും ഒരു ഗുഡൻസ് മനസ്സിലായിട്ടില്ല. ചുമ്മാ ഇങ്ങനെ വരുന്നു, പാടുന്നു, ആരാധിക്കുന്നു, കുറച്ച് അന്യഭാഷ പറയുന്നു, പോകുന്നു എന്നല്ലാതെ നമുക്ക് റിയലായിട്ട് ദൈവസന്നിധിയിൽ വന്നാൽ നമുക്കെല്ലാം ഒരു കുറ്റബോധം അകത്ത് വരും. ആരും ഗിൽറ്റി ഫീലിങ്ങോടുകൂടെ പോകണമെന്നല്ല, എന്നാൽ എൻ്റെ ജീവിതത്തിൽ ഇനിയും മാറ്റങ്ങൾ കൊണ്ടുവരണമെന്നുള്ളൊരു ബോധ്യത്തോടുകൂടെ പോകുവാനായിട്ട് ഇടയാകും. ഹല്ലേലൂയ. ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ രണ്ടും പോസിബിൾ അല്ലെന്നുള്ള കാര്യം നമുക്ക് മനസ്സിലായി. അപ്പോൾ എല്ലാ പ്രാവശ്യം ദെർ ഈസ് എ റൂം ഫോർ ഇംപ്രൂവ്മെൻറ്റ്. ഹല്ലേലൂയ. കർത്താവിനുള്ള സ്നേഹത്തിൻ്റെ കാര്യത്തിലും അതുപോലെ നമ്മുടെ ജീവിതത്തിൽ ഒരു റൂമുണ്ട്, റൂം ഫോർ ഇംപ്രൂവ്മെൻറ്റ്. ഹല്ലേലൂയ. പക്ഷേ ദൈവം നമ്മളോട് ഈ കണക്കൊന്നും ഓർത്തില്ല. അതുകൊണ്ടാണ് കർത്താവിന് നമ്മളോട് സ്നേഹിക്കുവാനായിട്ട് കഴിഞ്ഞത്. ഒരിക്കൽ ഒരു ഭർത്താവും ഭാര്യയും തമ്മിൽ വഴക്കുണ്ടായ കാര്യം ഈ ഭർത്താവ് വേറെ ഒരു ഫ്രണ്ടിനോട് ഒന്ന് പറഞ്ഞു. അപ്പം പുള്ളിക്കാരൻ പറഞ്ഞു, എടാ ഞാനിങ്ങനൊന്ന് പറഞ്ഞതേ ഉള്ളൂ, എൻ്റെ വൈഫ് പെട്ടെന്ന് അങ്ങ് ഹിസ്റ്റോറിക്കലായെന്ന്. എന്ന് പറഞ്ഞാൽ അന്ന് എന്താണ് ഹിസ്റ്ററി മുഴുവൻ എടുത്തു. 1982 ഞാൻ നിങ്ങളുടെ വീട്ടിൽ വന്നപ്പോൾ ഇത് സംഭവിച്ചു, അമ്മായിയമ്മ എന്നോട് അത് പറഞ്ഞു, നിങ്ങളുടെ അപ്പൻ എന്നോട് ഇത് പറഞ്ഞപ്പോൾ നിങ്ങൾ മിണ്ടാതെ നിന്നു. ഇതെല്ലാം കൂടെ കേട്ടപ്പോഴത്തേക്ക് ആകെപ്പാടെ ഹസ്ബൻഡ് ഞെട്ടിപ്പോയി. കാര്യം നമ്മുടെ അകത്തെല്ലാം ഒരുപാട് ഹിസ്റ്ററി ഇരിപ്പുണ്ട്. ഈ ഹിസ്റ്ററി എല്ലാം ഒന്ന് മായ്ക്കണം. ഹല്ലേലൂയ. ഹിസ്റ്ററി മായ്ക്കാൻ അത്ര പെട്ടെന്നൊന്നും പറ്റത്തില്ല. അങ്ങനെയുള്ള സമയങ്ങൾ എന്ത് ചെയ്യണം? ഫാസ്റ്റ് ചെയ്യണം. ജോലിക്ക് വേണ്ടിയിട്ട് ഫാസ്റ്റ് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, അതൊക്കെ ദൈവം നമുക്ക് തരും. നമുക്ക് ഈ മുറിവുകൾ ഉണങ്ങാൻ ഒന്ന് ഉപവസിച്ചാൽ നല്ലതായിരിക്കും. ഹല്ലേലൂയ. ഒരു ആത്മീയ വിടുതൽ അതിനകത്ത് നടക്കും. ദൈവം ചിലതൊക്കെ അങ്ങ് റിലീസ് ചെയ്യും. ഹല്ലേലൂയ. വളരെ സീരിയസ് ആയിട്ടുള്ളൊരു കാര്യമാണ്. നമ്മുടെ അകത്ത് ഈ മുറിവുകൾ ഉണങ്ങണം. ഒരു ആരാധനയുടെ നടുവിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എനിക്ക് തോന്നുന്നു 2 ആഴ്ചയ്ക്ക് മുമ്പിട്ടായിരുന്നു വളരെ കൃത്യമായിട്ട് പറഞ്ഞത്, ഇന്നർ ഹീലിംഗ് നടക്കണം ചർച്ചിൽ. ഹല്ലേലൂയ. നമ്മൾ ഷുഗർ കോട്ട് ചെയ്തിട്ട് കാര്യമില്ല. നമ്മുടെ റിയൽ പ്രോബ്ലംസ് വി നീഡ് ടു ഐഡൻറ്റിഫൈ ഇറ്റ്. അല്ലെങ്കിൽ നമുക്ക് ഏറെ നേരം മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. വെട്ടേറ്റിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു മുറിവ് പറ്റി അത് ഉണങ്ങിയെങ്കിലേ നമുക്ക് ഓടാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ ഓടിയാൽ അധികം താമസിക്കാതെ നീ വീഴാനായിട്ട് ഇടയാകും. ഹല്ലേലൂയ. നമ്മൾ റിയലൈസ് ചെയ്യണം. ഹല്ലേലൂയ. എല്ലാ പ്രാവശ്യവും നമുക്ക് നമ്മളെ തന്നെ ഒന്ന് കണ്ടുണരുവാനായിട്ട് ഇടയാകണം. കർത്താവ് നമ്മളോട് ഈ കാര്യങ്ങളൊക്കെ മറന്നതുകൊണ്ടും ക്ഷമിച്ചതുകൊണ്ടുമാണ് നാം ഇവിടെ ആയിരിക്കുന്നത്. അങ്ങനെ ഒരു ബോധ്യം നമ്മുടെ അകത്തുണ്ടെങ്കിൽ പലരോടും നമുക്ക് ക്ഷമിക്കാനായിട്ട് കഴിയും, പലരും നമുക്ക് മറക്കുവാനായിട്ട് കഴിയും. ഹല്ലേലൂയ. അതാണ് കർത്താവിൻ്റെ മറ്റൊരു പ്രത്യേകത. കർത്താവിന് മറവി നന്നായിട്ടുണ്ട്. ഹല്ലേലൂയ. എന്താണെന്നുള്ള ഇന്ന് ഇംഗ്ലീഷ് മീറ്റിങ്ങിൽ നമ്മൾ സംസാരിച്ച അതേ ഭാഗത്തേക്കൊന്ന് മടങ്ങി വന്നാൽ, യോഹന്നാൻ്റെ സുവിശേഷം 17-ാം അധ്യായത്തിൻ്റെ യോഹന്നാൻ്റെ സുവിശേഷം 21-ാം അധ്യായമാണല്ലോ നമ്മൾ ഇന്ന് രാവിലെ ചിന്തിച്ചത്. ഇപ്പോൾ യോഹന്നാൻ്റെ സുവിശേഷം 21-ാം അധ്യായത്തിൽ ചില കാര്യങ്ങൾ നാം ശ്രദ്ധിക്കുന്നത്, ഈ അവസാനമായിട്ട് യേശു പത്രോസിനെ കണ്ട ഒരു രംഗം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. അവിടെ നോക്കിയപ്പോൾ യേശുവിന് ഇങ്ങനെ
അടിച്ചുകൊണ്ടിരിക്കുന്നു, തുപ്പിക്കൊണ്ടിരിക്കുന്നു. അതിൻ്റെ ഇടയ്ക്ക് ഒരുപാട് പേര് ഇവനെ ക്രൂശിക്കുക എന്ന് ഇങ്ങനെ ഇരിക്കുമ്പോൾ ഇതൊക്കെ കേട്ടുകൊണ്ട് ഇങ്ങനെ യേശു നിൽക്കുമ്പോഴേതാണ്ട് ഒരു പരിചയമുള്ളൊരു സ്വരം. ഏതാ? അവിടെ നിന്ന് വിളിച്ചു പറയാ, ഇവനെ എനിക്ക് പണ്ടേ അറിയത്തില്ല, പ്രാകുവാനും ആണയിടുന്നേക്കൊരു സ്വരം. കേട്ടപ്പോൾ നല്ല പരിചയമുള്ളൊരു സ്വരം. യേശു നോക്കിയപ്പോൾ നാണ്ട ഇങ്ങനെ നോക്കിയത് എൻ്റെ അരിമശിഷ്യനായ പത്രോസ് അവിടെ നിന്ന് വിളിച്ചു പറയുക. ഒന്ന് ആലോചിച്ച് നോക്കണം, എന്തുമാത്രം നമുക്ക് വേദനയുണ്ടാകും. നമുക്ക് ഏറ്റവും കൂടുതൽ വേദന ഉണ്ടാകുന്നത് നമ്മുടെ ശത്രുക്കൾ എന്തെങ്കിലും പറയുമ്പോഴാണോ, അതോ നമ്മൾ സ്നേഹിച്ചവർ എന്നും കൂടെ നിൽക്കുമെന്ന് പറഞ്ഞ ചിലർ നമ്മളെ ഹല്ലേലൂയ നമുക്കെതിരായിട്ട് പറയുമ്പോൾ യേശു നോക്കിയപ്പോൾ യേശുവിൻ്റെ അവിടുത്തെ വേദനയൊന്നും നോക്കണം. ഇവരെല്ലാം പറഞ്ഞപ്പോഴൊന്നും യേശുവിന് യാതൊരു മാറ്റവും ഇല്ലായിരുന്നു. ഇതൊക്കെ സഹിച്ച് നോക്കിക്കഴിഞ്ഞപ്പോഴത്തെ പത്രോസ് അവിടെ നിന്ന് ചാടിത്തുള്ളി പറയുന്നു, ഈ പുള്ളി എനിക്ക് അറിയത്തേയില്ല, പുള്ളി പണ്ടേ തെറ്റായിരുന്നു. ഇങ്ങനെയൊക്കെ ഞാൻ പറയാം. അത് കഴിഞ്ഞപ്പോഴാണ് യേശു പത്രോസിനെ നോക്കിയത്. പത്രോസിനെ നോക്കിയപ്പോൾ പത്രോസിന് മാനസാന്തരം ഉണ്ടായി. ഇത് പിശാച് അറിഞ്ഞതുകൊണ്ടാണെന്ന് തോന്നുന്നു. അവിടെയുള്ള പടയാളികൾ പറഞ്ഞു, ഇനിയിപ്പോൾ ഇവൻ ആരെയും നോക്കണ്ട, ഇവൻ്റെ കണ്ണ് കെട്ടി നമുക്കിവനെ അടിച്ചാൽ മതി. ഹല്ലേലൂയ. കാര്യം അവർക്കറിയാം, യേശു ആരെങ്കിലും നോക്കിയാൽ അവനൊരു വിടുതലുണ്ടാകും. ഇന്ന് പകൽക്കാലവും ഞാൻ വിളിച്ചു പറയട്ടെ, യേശു നിങ്ങളെ കണ്ടാൽ, യേശു നിങ്ങളെ നോക്കിയാൽ ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വിടുതൽ സംഭവിക്കുവാനായിട്ട് ഇടയാകും. പത്രോസിൻ്റെ ജീവിതത്തിൽ ഒരു മാനസാന്തരം ഉണ്ടായി. അതവൻ്റെ ജീവിതത്തിൽ വലിയ വിടുതലായി മാറുവാനായിട്ട് ഇടയായി. ഹല്ലേലൂയ. ഇങ്ങനെ കണ്ട പത്രോസ്, ഇതാണ് ലാസ്റ്റ് കൂടിക്കാഴ്ച. ഈ കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് 21-ാം അധ്യായത്തിൽ യോഹന്നാൻ വളരെ വളരെ ഡീറ്റെയിൽ ആയിട്ട് എഴുതിയിരിക്കുക. പത്രോസിനെ കാണുമ്പോൾ യേശു ഇതെങ്ങാനും പറഞ്ഞോ? എല്ലാം മറന്നുപോയി. ഇങ്ങനൊരു സംഭവമേ നടന്നിട്ടില്ലെന്നുള്ള രീതിയിലാണ് യേശു ബിഹേവ് ചെയ്യുന്നത്. കാര്യം യേശുവിന് മറവി ഉണ്ടായിരുന്നു. ചില കാര്യങ്ങളൊക്കെ നമ്മളങ്ങ് മറക്കണം. ഈ ഹിസ്റ്ററിയൊക്കെ നമ്മളങ്ങ് മറക്കണം. 1-ാം ലോകമഹായുദ്ധം എന്നാ ഉണ്ടായെന്നൊക്കെ ഓർത്താലും അമ്മായിയമ്മ പറഞ്ഞതും ആ കാര്യങ്ങളൊക്കെ അങ്ങ് മറക്കണം. ഈ ഹിസ്റ്ററി അത്ര നല്ലതല്ല. നല്ല ഹിസ്റ്ററീസ് മാത്രമേ ഓർക്കാമൂ. നമ്മുടെ ഈ മെമ്മറിയുടെ ഒരു കുഴപ്പം ഇതാണ് ഈ പറയുന്നത്. നമ്മുടെ ജീവിതത്തിൽ എത്ര മനോഹരമായ സംഭവങ്ങൾ നടന്നാലും നാം ഓർക്കുന്നത് എപ്പോഴും ഈ നമുക്ക് സുഖമില്ലാത്ത കാര്യങ്ങളാണ്. അത് ഈ പണ്ട് ഒരു പുള്ളിക്കാരൻ പറഞ്ഞതുപോലെ നമ്മുടെ മെമ്മറി ഒരു അരിപ്പ് പോലെ. ഈ അരിപ്പിനകത്ത് ഈ വളരെ ഫൈനായിട്ടുള്ളതൊക്കെ ഇങ്ങനെ അരിഞ്ഞു പോകും, ഇച്ചിരി കട്ടയായിട്ടുള്ളതൊക്കെ നിൽക്കും. നമ്മുടെ മെമ്മറിയിൽ ഇപ്പോൾ ഈ 50 വർഷം കഴിഞ്ഞാലും ഈ കട്ടയായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ നിൽക്കും. ഒരു രസകരമായ ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഇവിടെയൊക്കെ ജീവിതത്തിൽ ഒരുമിച്ച് താമസിക്കുക എന്ന് പറഞ്ഞാൽ വലിയ ചലഞ്ചാണല്ലോ. അപ്പോൾ അങ്ങനെ ഇവിടെ ഒരുമിച്ച് താമസിച്ച് 50 വർഷം വിവാഹ ജീവിതം ഒരുമിച്ച് നയിച്ച് സന്തോഷകരമായിട്ട് വിവാഹം നയിച്ചവരെ അവരുടെ ചർച്ച ആദരിക്കുവാൻ തീരുമാനിച്ചു. കാര്യം അങ്ങനെയുള്ളവരെ കിട്ടാൻ പാടാണ്. നമ്മുടെ കമ്മ്യൂണിറ്റിയിലുണ്ടെങ്കിലും ചില കമ്മ്യൂണിറ്റിയിലൊക്കെ അങ്ങനെയുള്ളവരെ കിട്ടാൻ പാടാണ്. അപ്പോൾ അവർ വിചാരിച്ച് പൊന്നാടയൊക്കെ ഇട്ടാൽ നമുക്കങ്ങ് ആദരിച്ച് കളയാം. അങ്ങനെ ചടങ്ങൊക്കെ നടന്നു കഴിയുമ്പോൾ അമ്മച്ചിക്ക് അല്പസമയം ഈ വിവാഹ ജീവിതത്തിൻ്റെ രഹസ്യം പറയാനായിട്ട് ഒന്ന് അവസരം കൊടുത്തു. അപ്പോൾ അപ്പച്ചി ഇങ്ങോട്ട് പറഞ്ഞു, വളരെ അനുഗ്രഹിക്കപ്പെട്ട 50 വർഷക്കാലം ഞങ്ങൾക്ക് ജീവിക്കുവാൻ കഴിഞ്ഞു. എങ്കിലും അച്ഛൻ എൻ്റെ ജീവിതത്തിൽ എന്നെ വേദനിപ്പിച്ചിട്ടുള്ള 5 സന്ദർഭങ്ങളേ ഉള്ളൂ. ആ 5 സന്ദർഭങ്ങൾ അമ്മ വളരെ കൃത്യമായിട്ട് ഡേറ്റ് സഹിതം പറഞ്ഞു. എന്ന് പറഞ്ഞാൽ ഈ 50 വർഷക്കാലം അവർ ചിരിച്ചതും ഒരുമിച്ച് യാത്ര ചെയ്തതും എല്ലാം മറന്നുപോയി. ഓർമ്മയുള്ളതേതാ? 5 പ്രാവശ്യം അച്ഛൻ എന്നെ വേദനിപ്പിച്ചത്. ഇതുപോലെ നമ്മുടെ ജീവിതത്തിലും നമുക്ക് താലോലിക്കുവാൻ ഇഷ്ടമുള്ള കുറച്ച് കാര്യങ്ങൾ, അത് നമ്മളെ ജീവിതത്തിൽ ഒരുപാട് സ്പിരിച്വലായിട്ട് നമ്മളെ പുറകോട്ടടിക്കും. നിങ്ങൾ വിചാരിക്കും, ഇദ്ദേഹം എന്തോ ഈ പുള്ളി എന്തോ ഇതൊക്കെ പറയുന്നത്, വേറെ വല്ലതൊക്കെ പ്രസംഗിച്ചൂടെ? ഇതെന്തിനാ പ്രസംഗിക്കുന്നതെന്ന് ചോദിച്ചാൽ, ഇത് ശരിയായില്ലെങ്കിൽ ഈ സഭ ശരിയാകത്തില്ല. മനസ്സിലായി? നമ്മൾ ഇതൊക്കെ അങ്ങോട്ട് റെഡി ആയില്ലെങ്കിൽ നമുക്ക് ഈ ആത്മീയമായിട്ട് വളരാൻ പറ്റത്തില്ല. നമ്മളിവിടെ മുട്ടുകുത്തിരുന്ന് പ്രാർത്ഥിക്കുന്നു, കമന്ന് കടന്ന് പ്രാർത്ഥിക്കുന്നു, കർത്താവേ ആത്മാക്കളെ അയക്കണമേ 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 എന്ന് പറയുമ്പോൾ നമ്മുടെ കുടുംബജീവിതം ഒന്ന് റെഡിയായില്ലെങ്കിൽ, നമുക്ക് മറക്കുവാൻ കഴിഞ്ഞില്ലെങ്കിൽ, നമുക്കൊരാളെ എൻകറേജ് ചെയ്യുവാൻ കഴിഞ്ഞില്ലെങ്കിൽ, ഇവരെ എന്തിനാ അയക്കുന്നത്? അവരെയും കൂടെ ഡിസ്കറേജ് ചെയ്യാനോ? അവരെയും കൂടെ നശിപ്പിക്കാനോ? പ്രൈസ് ദി ലോർഡ്.
അപ്പം നമ്മുടെ ലൈഫ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ക്രിസ്തീയ ജീവിതത്തിൽ. കാര്യം നിങ്ങളാണ്, ഓരോരുത്തരുമാണ് തൂണുകൾ. ഇവിടെ പ്രസംഗം കേൾക്കാൻ ആരും വരത്തില്ല, അവർ നിങ്ങളെ കണ്ടുകൊണ്ടാണ് വരുന്നത്. നിങ്ങൾ തൂണുകളായിട്ടുള്ളപ്പോൾ അതാണ് അവർക്ക് കേൾക്കുന്നത്. ഇവിടെ 3/4 മണിക്കൂർ ഞാൻ പ്രസംഗിക്കുന്നതല്ല ദൈവസഭയെ ബിൽഡ് ചെയ്യുന്നത്. ദൈവസഭയെ ബിൽഡ് ചെയ്യുന്നത് നിങ്ങൾ ഓരോരുത്തരുമാണ്. ഹല്ലേലൂയ. നിങ്ങൾ ഓരോരുത്തരും പോകുന്ന സ്ഥലങ്ങളിലൊക്കെ നിങ്ങൾ ദൈവസഭയുടെ റെപ്രസെൻറ്റേറ്റീവായിട്ട് പോവുക. കുഞ്ഞുങ്ങൾ, നിങ്ങൾ സ്കൂളിലായിരിക്കുമ്പോൾ, കോളേജിലായിരിക്കുമ്പോൾ നിങ്ങളെല്ലാം അവിടെ റെപ്രസെൻറ്റേറ്റീവായിട്ടാണ് ദൈവം വെച്ചിരിക്കുന്നത്. എന്താ റെപ്രസെൻറ്റേറ്റീവായിട്ട് വെച്ചിരിക്കുന്നത് വെച്ചാൽ അവർ നിങ്ങളൊരു പത്രം പോലെ നോക്കുക. അതാ പൗലോസ് പറയുന്നത്, നിങ്ങളല്ലോ ഞങ്ങളുടെ പത്രങ്ങൾ, മറ്റുള്ളവർ വായിക്കട്ടെ. എന്താണ് ഒരാഴ്ച ഇവിടെ ഈ 15-20 മിനിറ്റ് കിട്ടുന്ന ഞാനിവിടെ ഒരു പെർഫോമൻസ് നടത്തിയിട്ട് പോകാൻ വേണ്ടിയിട്ടല്ല. ഹല്ലേലൂയ. എന്നെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത് ഒരു ദൈവസഭ ബിൽഡ് ചെയ്യുവാനായിട്ടാണെങ്കിൽ നിങ്ങളെ ഓരോരുത്തരെയും പത്രങ്ങളാക്കിയിട്ട് വിളിച്ചു പറയുവാനായിട്ട് കഴിയണം, ഞങ്ങളുടെ സഭയിലുള്ള ആൾക്കാരെ നോക്കടാന്ന്. പ്രൈസ് ദി ലോർഡ്. ഞാൻ പറഞ്ഞതിൻ്റെ സീരിയസ്നെസ് മനസ്സിലാകുന്നുണ്ടോ? നിങ്ങളുടെ സഭയിലെ നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ എന്തെങ്കിലും കുറവ് മറ്റുള്ളവർ കണ്ടാൽ അതിൻ്റെ ഇമ്പാക്റ്റ് വലുതായിരിക്കും. ഹല്ലേലൂയ. നമ്മളൊരു യുദ്ധത്തിന് പോകുന്നതിന് മുമ്പിട്ട് ഇവിടെ ഒന്ന് നോക്കണം, ക്രമീകരിക്കപ്പെടാനുള്ളതൊക്കെ ഒന്ന് ക്രമീകരിക്കപ്പെടണം. ഇന്ന് ഈ ദേശത്ത് വളരെ കുറച്ച് ആൾക്കാരാണ് നാം ഇവിടെ ആയിരിക്കുന്നത്. കർത്താവിനെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുവാനായിട്ട് കമ്മിറ്റഡ് ആയിട്ട്, ഡെഡിക്കേറ്റഡ് ആയിട്ട് നാം ഇവിടെ ആയിരിക്കുമ്പോൾ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ ഒരിക്കലും എന്താ പറയുന്നത്, ടേക്ക് ഇറ്റ് ഈസി ആയിട്ട് പോകാനായിട്ട് കഴിയത്തില്ല. നമ്മളെ നന്നായി വാച്ച് ചെയ്യുന്ന ഒരു കമ്മ്യൂണിറ്റിയുടെ നടുവിലാണ് നാം ആയിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. അവരുടെ മുമ്പിൽ ദൈവസഭയാണ് നിങ്ങൾ റെപ്രസെൻറ്റേറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ദൈവത്തെയാണ് നിങ്ങൾ റെപ്രസെൻറ്റേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് നാം പണിയപ്പെടണം. നമ്മുടെ എല്ലാ ജീവിതത്തിൽ കുറവുകളുണ്ട്. ഒരാളെയും ഹല്ലേലൂയ ഒരാളെയും മാറ്റി നിർത്തുന്നില്ല. നമ്മുടെ എല്ലാം ജീവിതത്തിൽ കുറവുകളുണ്ട്. പക്ഷേ അത് എപ്പോഴാണ് പണിയപ്പെടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊന്ന് റിയലൈസ് ചെയ്തെങ്കിലേ പണിയപ്പെടത്തുള്ളൂ. എന്നിൽ കുറവൊന്നുമില്ല, എൻ്റെ ഭാര്യയിലാണ് മുഴുവൻ കുറവെന്ന് വിചാരിച്ചാൽ നാം ഒരിക്കലും പണിയപ്പെടത്തില്ല. അല്ലെ ഭാര്യ വിചാരിക്കുകയാണ് എൻ്റെ ഭർത്താവ് ശരിയായെങ്കിൽ മാത്രമേ എൻ്റെ ജീവിതം ശരിയാകത്തുള്ളൂ എന്ന് വിചാരിച്ചാൽ നമ്മൾ ഒരിക്കലും പണിയപ്പെടത്തില്ല. ഹല്ലേലൂയ. അവിടുന്നാണ് ദൈവസഭയുടെ പണി ദൈവം ആരംഭിക്കുന്നത്. പല റിവൈവലും ട്രാജഡിയായിട്ട് പോകുന്നതിൻ്റെ കാരണം വ്യക്തിപരമായി പണിയപ്പെടാതെ, കുടുംബങ്ങൾ പണിയപ്പെടാതെ റിവൈവലായിട്ട് മാറുമ്പോൾ അതിൻ്റെ എൻഡെല്ലാം ഒരു ട്രാജഡിയാണ്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഈ ഭാഗങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ വളരെ സീരിയസ് ആയിട്ട് എടുത്ത് ചിന്തിക്കണമെന്ന് പറയുന്നത്. കുടുംബജീവിതം സീരിയസ് ആണ്. അത് എല്ലാത്തിനെയും ബാധിക്കുവാനായിട്ട് ഇടയാകും. ഹല്ലേലൂയ. ജോസഫിൻ്റെ ജീവിതം നമ്മുടെ ജീവിതത്തിൽ മറക്കുവാനായിട്ട് കഴിയണം. കർത്താവിനെക്കുറിച്ച് പഴയ നിയമത്തിൽ ജോസഫിനെക്കുറിച്ച് വളരെ മനോഹരമായിട്ട് നാം അവിടെ പഴയ നിയമത്തിൽ പഠിക്കുന്നല്ലോ. ജോസഫിൻ്റെ കഥയൊക്കെ നമുക്ക് പലപ്പോഴും ആവേശമാണ്. പലരും പറയുന്നത് കേട്ടിട്ടുണ്ട്, ഈ യോസഫും ദാവീദും ഒന്നും ഇല്ലെങ്കിൽ ഈ ബെന്തക്കോസ്തുകാർ എന്തോ പ്രസംഗിക്കുമെന്ന്. നമ്മുടെ എല്ലാ പ്രസംഗത്തിനകത്തും ജോസഫ് ഉണ്ടല്ലോ. ഹല്ലേലൂയ. ഞാൻ നിങ്ങളെ ആവേശം കൊള്ളിക്കാൻ വേണ്ടിയിട്ടല്ല, പക്ഷേ ജോസഫിൻ്റെ ജീവിതത്തിൽ പഠിക്കേണ്ട ഒരു പാഠം, താൻ കാണിച്ച ഒരു കാര്യം തൻ്റെ ജീവിതത്തിൽ നിന്ന് നമുക്ക് പഠിക്കുവാനായിട്ട് കഴിയും. അത് ഉൽപ്പത്തി പുസ്തകം അതിൻ്റെ 41-ാം അധ്യായത്തിൻ്റെ 50-52 വാക്യങ്ങൾ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 2 പേരുകളാണ് ജോസഫിന്, 2 പിള്ളേരുണ്ടായി, 2 പേർക്കും ഇട്ട പേരുകൾ എന്നെ കഴിഞ്ഞ ദിവസം ഒന്ന് ചിന്തിപ്പിക്കുവാനായിട്ടിടയായി. ഇപ്പോൾ ജോസഫിൻ്റെ കഥ നമുക്കെല്ലാം അറിയാവുന്നതാണ്. പക്ഷേ ജോസഫിൻ്റെ കഥയിൽ 1-2 കാര്യങ്ങൾ നാം ശ്രദ്ധിക്കേണ്ടത്. ഈ ജോസഫ് സഹോദരന്മാരുടെ ആഹാരമായിട്ട് പോകുക. ഞാനതൊന്ന് വിഷ്വലൈസ് ചെയ്തു. ഇപ്പോൾ സഹോദരന്മാരുടെ ആഹാരമായിട്ട് നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ വേണേൽ പൊറോട്ടയും ബീഫുമായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത്
അത് 70 മൈലാണ്. 70 മൈൽ ഈ സഹോദരന്മാർ ഇതിന് വേണ്ടിയിട്ട് ഇത് വണ്ടിയിലൊന്നും അല്ല പോകുന്നത്, നടന്നാണ് പോകുന്നത്. ഈ 70 മൈൽ പോയപ്പോൾ ഞാൻ ചിന്തിക്കുകയാണ്, ഒരു 10-60 മൈൽ കഴിഞ്ഞപ്പം ജോസഫിനെ ഒരു പക്ഷേ ക്ഷീണിച്ച് കാണും. അപ്പോൾ ജോസഫ് വിചാരിച്ചാണ് എന്നാൽ പിന്നെ ഇതിനകത്ത് നിന്ന് എടുത്ത് കുറച്ചൊന്ന് കഴിച്ചിട്ടൊക്കെ പോകാം. പിന്നെയും ജോസഫ് വിചാരിച്ചാണ് അല്ല വേണ്ട, നമ്മുടെ സഹോദരന്മാരൊക്കെ അവിടെ ഇരിക്കുന്നല്ലേ, വിശന്നിരിക്കുകയല്ലേ, അവരുടെ അടുത്തുനിന്ന് പോയി നമുക്ക് ഒരുമിച്ച് കഴിക്കാം. ഇങ്ങനെ 70 മൈൽ താൻ നടന്ന് സഹോദരന്മാരുടെ അടുത്ത് ചെന്നപ്പോൾ അന്നേരമാണ് സഹോദരന്മാരെല്ലാം കൂടെ കണ്ടത്, ആണ്ട് സ്വപ്നക്കാരൻ വരുന്നു. പുള്ളിയെ പിടിച്ച് പുള്ളിയുടെ ഡ്രസ്സെല്ലാം ഊരി ഇവന്മാരെല്ലാം കൂടെ പിടിച്ച് എന്ത് ചെയ്തു, പിടിച്ച് പൊട്ടക്കിണറ്റി ഇട്ടു. പൊട്ടക്കിണറ്റി ഇട്ട് കഴിഞ്ഞിട്ട് ഇവരെന്തോ ചെയ്തതെന്നറിയാം. ആദ്യം ചെയ്തെന്തുവാ, ഇവൻ കൊണ്ടുവന്ന ആഹാരം എടുത്തിട്ട് കഴിക്കുക. ഹല്ലേലൂയ. നിങ്ങളുടെ ലൈഫിൽ അങ്ങനെ ഒന്ന് റിലേറ്റ് ചെയ്ത് നോക്കിയേ. ഇവർക്ക് വേണ്ടിയിട്ട് എത്ര അധ്വാനിച്ചിട്ട് ഈ സഹോദരനെ പിടിച്ച് പൊട്ടക്കിണറ്റി ഇട്ടിട്ട്, എന്നാൽ പൊട്ടക്കിണറ്റി ഇട്ടതെങ്കിലും വെച്ചിട്ട് എന്നാൽ ആഹാരം കൂടെ എടുത്ത് അങ്ങ് പൊട്ടക്കിണറ്റി ഇടണ്ട, അതും ചെയ്തില്ല. ഒരു കാര്യം ചെയ്യാതെ അവനെ പൊട്ടക്കിണറ്റി ഇട്ടിട്ട് അവൻ കൊണ്ടുവന്ന ആഹാരം എടുത്തിട്ട് ഒരു കൂസലും കൂടാതെ ഒരു മനസാക്ഷി കുത്തും ഇല്ലാതെ ഇരുന്ന് കഴിക്കുന്ന ഒരു സഹോദരൻ. ഇതെല്ലാം കഴിഞ്ഞ് ജോസഫിൻ്റെ ജീവിതത്തിൽ ആ പൊട്ടക്കിണറ്റി കിടന്ന വ്യക്തി അവന് പിന്നെ പൊത്തീഫറിൻ്റെ ഭവനത്തിൽ വന്നതും വിറ്റതും പോയതും ഒക്കെ നമുക്കറിയാം, കഥകളൊന്നും ഞാൻ എടുക്കുന്നില്ല. അതിനുശേഷം രാജാവ് തന്നെ മാനിച്ചപ്പോൾ ആസ്നത്ത് എന്ന് പറയുന്ന ഒരു നല്ല ഈജിപ്ഷ്യൻ ഒരു പുള്ളിക്കാരത്തിയെ കൊടുത്തു. അവർക്ക് 2 മക്കളുണ്ടായി. ഈ 2 മക്കളുണ്ടായ സമയത്തും ഇവർ ഈ പോകുന്ന വഴിയിലൊക്കെ നമ്മളായിരുന്നെങ്കിൽ എന്തുമായിരുന്നേ, നമ്മുടെ മനസ്സിനകത്ത് എപ്പോഴും കിടക്കുന്ന ഒരു കാര്യം, എന്നാലും അവന്മാരത് ചെയ്തല്ലോ, അതല്ലേ, അങ്ങനെയല്ലേ ചിന്തിക്കത്തുള്ളൂ. ആരെങ്കിലും മറന്നിട്ടുണ്ടോ പണ്ട് ആരാണ്ടൊക്കെ ചെയ്തത്? ഇതൊന്നും ചെയ്തിട്ടൊന്നും അല്ല, വാട്സപ്പിൽ ഏതാണ്ട് പറഞ്ഞതുപോലും മറന്നിട്ടില്ല, പിന്നല്ലയോ ഇത് പൊട്ടക്കിണറ്റിട്ടത്. അപ്പം ഇതുപോലും മറന്നിട്ടില്ല. അപ്പം പുള്ളി ഇങ്ങനെ പോകുന്ന സമയത്ത് ഒരു കുഞ്ഞുണ്ടായി കഴിഞ്ഞപ്പോൾ ജോസഫിന് ആദ്യം മനസ്സിലായ ഒരു കാര്യമുണ്ട്. എന്താണ്? അവനെ ആദ്യം എന്തോ പേരിട്ടത്? മനശ്ശെ. അതെന്താ മനശ്ശയുടെ പേരിൻ്റെ അർത്ഥം? എന്നെ മറക്കുമാറാക്കി. ഹല്ലേലൂയ. ആദ്യത്തെ കുഞ്ഞ് വന്നു കഴിഞ്ഞപ്പോൾ പറയാണ്, ഇനി ഞാൻ ഇതെല്ലാം മറക്കാൻ പോവാ. നമ്മുടെ ജീവിതത്തിലൊക്കെ മനശ്ശെ എന്തെങ്കിലും വെളിപ്പെട്ടിട്ടുണ്ടോ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിലൊക്കെ മനശ്ശെ വെളിപ്പെടണം. ഈ മനശ്ശെ ഉണ്ടായെങ്കിൽ മാത്രമേ അടുത്തൊരു മകൻ വന്നപ്പോൾ എഫ്രൈം എന്ന് പേരിട്ട്, അവൻ്റെ പേരെന്തുവാ? ഫ്രൂട്ട്ഫുൾ. ഹല്ലേലൂയ. അവൻ്റെ പേരെന്താ? വർദ്ധിപ്പിച്ചു. അവനെ മൾട്ടിപ്ലിക്കേഷനായി മാറി. കാര്യം പലപ്പോഴും ഈ ഭാഗം വായിച്ചപ്പോൾ എൻ്റെ അകത്ത് ദൈവത്തിൻ്റെ ആത്മാവ് വന്ന, ഈ മനശ്ശെ നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെട്ടാൽ ഒരു മൾട്ടിപ്ലിക്കേഷനും വെളിപ്പെടും. ഹല്ലേലൂയ. ഈ മനശ്ശെ വെളിപ്പെടാത്തോടത്തോളം കാലം നമ്മൾ അതിനകത്ത് തന്നെ ഇങ്ങനെ പിടിച്ചിരിക്കും, വിടത്തില്ല, പോകട്ടെന്നേ. ഹല്ലേലൂയ. അല്ലെങ്കിൽ ഇനിയിപ്പോൾ യുവന്മാർ വന്നിട്ടെങ്കിലേ ഇത് വരുന്നതിന് മുമ്പിട്ടേ, സഹോദരന്മാർ വരുന്നതിന് മുമ്പിട്ടേ പുള്ളി ഇതെല്ലാം മറന്നു. പുള്ളിക്ക് വേണമെങ്കിൽ രഥമൊക്കെ എടുത്ത് അവന്മാരുടെ അടുത്തൊന്ന് പോയി ഒന്ന് കറങ്ങി 2 ഹോണൊക്കെ അടിച്ച് കാണിക്കാമായിരുന്നു. കണ്ടോടാ, ഞാൻ കണ്ടോ, നീയൊക്കെ എന്നെ പിടിച്ച് കുഴിയിട്ടല്ലേ, ഞാൻ കണ്ടോ എന്നൊക്കെ കാണിക്കാമായിരുന്നു. അതൊന്നും ചെയ്തില്ല, താൻ മറന്നു. ഹല്ലേലൂയ. മറവിക്കൊരു ബലമുണ്ട്. ഹല്ലേലൂയ. നമ്മൾ മറക്കുന്നത് ഈ സാധനം എടുത്ത് ഗ്രോസറി ലിസ്റ്റ് എടുത്തുകൊണ്ട് പോയി പോലെ അങ്ങനെ മറക്കാറുണ്ട്. പക്ഷേ ചെയ്തതൊന്നും നമ്മൾ മറക്കാറില്ല. അത് ഭയങ്കര സീരിയസ് ആയിട്ടുള്ള ഞാൻ തമാശയ്ക്ക് ഇങ്ങനെ പല കാര്യങ്ങളും പറയുന്നെങ്കിലും ഒരു സ്പിരിച്വൽ തലം അതിനകത്തുണ്ട്. ഞാൻ കണ്ടിട്ടുള്ള പലരും വളരെ സിൻസിയറായിട്ടുള്ള, കമ്മിറ്റഡ് ആയിട്ടുള്ള പലർക്കുടെയും ജീവിതത്തിൽ അനുഗ്രഹത്തിന് തടസ്സമായിട്ട് നിൽക്കുന്നത് മറക്കാൻ കഴിയാത്തതാണ്. ഹല്ലേലൂയ. നമുക്ക് മറക്കണം, വേണ്ടാത്തതൊക്കെ അങ്ങ് മറക്കണം. അപ്പോൾ നമ്മുടെ ഫോക്കസ് കറക്റ്റാവും. നമ്മുടെ ജീവിതത്തിൽ മൾട്ടിപ്ലിക്കേഷൻ വെളിപ്പെടുവാനായിട്ട് ഇടയാകും. നമ്മുടെ ജീവിതത്തിൽ സന്തോഷം വെളിപ്പെടുവാനായിട്ട് ഇടയാകും. മറ്റുള്ളവരെ നോക്കുമ്പോൾ അവർ അകത്ത്, ഇവൻ്റെ ജീവിതത്തിൽ എന്താണ് ഇത്രയും സന്തോഷം? ഹല്ലേലൂയ. സഹോദരന്മാരെ കണ്ടപ്പോൾ തൻ്റെ അകത്തുള്ളതെല്ലാം മറന്നു. എന്നിട്ട് ഹല്ലേലൂയ താൻ കരയുകയാണ് ഈ തൻ്റെ സഹോദരന്മാരെ കാണുമ്പോൾ. നമ്മുടെ ജീവിതത്തിൽ അങ്ങനെയൊക്കെയുള്ള സ്നേഹം വെളിപ്പെടണം. പ്രൈസ് ഗോഡ്.
ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ ഈ പെന്തക്കോസ്റ്റൽ സഭയൊന്നും ആർക്കും പിടിച്ചു കെട്ടാൻ പറ്റത്തില്ലായിരുന്നു, അതുപോലെ വളർന്നേനെ. ഈ റിവൈവലൊക്കെ നടക്കുന്നതിൻ്റെ ഇടയിലെല്ലാം ഈ പറഞ്ഞിട്ടുള്ള ഈ ഭിന്നതയും പ്രശ്നങ്ങളും വിഷയങ്ങളും ഒക്കെയാണ് നമ്മുടെ എതിരായിട്ട് നിൽക്കുന്നത്. അല്ലാതെ വേറെ ആർക്കും നമ്മളെ പിടിച്ചു കെട്ടാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. നമ്മുടെ വളർച്ചയെ തടയുവാൻ ആർക്കും കഴിയത്തില്ല. നിൻ്റെ മൾട്ടിപ്ലിക്കേഷനെ തടയുവാൻ ആർക്കും കഴിയത്തില്ല. നിങ്ങൾ മറക്കണം, മറക്കാനുള്ളതൊക്കെ മറക്കണം. കുഞ്ഞുങ്ങളോട് ഞാൻ പറയുകയാണ്, നിങ്ങളുടെ മാതാപിതാക്കളോട് നിങ്ങൾക്ക് എന്തെങ്കിലും കയ്പായിട്ട് നിങ്ങളുടെ അകത്തുണ്ടെങ്കിൽ നിങ്ങളത് മറക്കണം. അവരോട് നിങ്ങൾ ക്ഷമ ചോദിക്കണം. ഒരുപക്ഷെ നിങ്ങളുടെ മാതാപിതാക്കൾ അതൊന്നും ഓർക്കത്തില്ല. നിങ്ങളുടെ ജീവിതത്തിൽ മറക്കാനുള്ളതൊക്കെ മറക്കണം. നിങ്ങൾക്കൊരവസരം പിന്നെ കിട്ടിയെന്ന് വരത്തില്ല. അത്ര വിഷമമുള്ളൊരു കാര്യമാണ്. നമ്മുടെ ജീവിതത്തിൽ ഒരാളോട് ക്ഷമ ചോദിക്കണമെന്ന് വിചാരിച്ചു, അവരോട് നിരപ്പാകണമെന്ന് വിചാരിച്ചു, പക്ഷേ ജീവിതത്തിൽ ഒരു അവസരം ലഭിക്കാതിരിക്കുന്ന ഒരവസ്ഥ, അല്ലെങ്കിൽ നാം ആ ടൈം മിസ്സാകുന്ന ഒരു സാഹചര്യം നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും പിന്നെ അതൊരു ഒരു ഇതായിട്ട് നിൽക്കും. എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ നെയ്യൂലായിരുന്ന സമയത്ത് അവിടെ ഇങ്ങനൊരു മെസ്സേജ് കേട്ടു, ഇങ്ങനെ നിങ്ങളുടെ മാതാപിതാക്കളോട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ മറക്കണമെന്ന്. അപ്പം എൻ്റെ ഫാദർ വളരെ മദ്യപാനിയായൊരു മനുഷ്യനായിരുന്നു. എന്നോട് എൻ്റെ മദർ മരിച്ചു, ഫാദർ മദ്യപാനിയായിട്ടുള്ള ഈ പയ്യൻ്റെ ജീവിതത്തിൽ ഒരുപാടത് ഒരു ബാഡ് ഇമ്പാക്റ്റ് ഉണ്ടാക്കി. തൻ്റെ പിതാവിനോട് അന്നത്തെ ആ ക്യാമ്പിൽ താൻ പൊട്ടിക്കരയുവാനായിട്ടിടയായി എൻ്റെ പിതാവിനോട് എനിക്ക് ക്ഷമ ചോദിക്കണം. പല പ്രാവശ്യം പിതാവിനെ വിളിച്ചു, തനിക്ക് കഴിഞ്ഞില്ല. അവസാനം ആ പിതാവ് മരിച്ചപ്പോൾ പറയുവാനായിട്ട് കഴിച്ചു. പല പ്രാവശ്യം ഞാൻ ട്രൈ ചെയ്തു, പക്ഷേ നടന്നില്ല. എൻ്റെ ജീവിതത്തിൽ അതൊരു മുറിവായിട്ട് കിടക്കുവാനായിട്ടിടയായി. നിങ്ങളുടെ ജീവിതത്തിൽ നമ്മളെല്ലാം മനുഷ്യരാണ്. നമുക്ക് കിട്ടുന്ന അവസരങ്ങൾ ഹല്ലേലൂയ നിരപ്പാകാണ്ടുള്ളവരോട് നിരപ്പാകണം. ദർ ഈസ് നോ എക്സ്ക്യൂസ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആർക്കും 100% ബൈബിളിൻ്റെ സ്റ്റാൻഡേർഡ് വെച്ചിട്ടാകത്തില്ല. അതുകൊണ്ട് നിങ്ങളിനി അവനല്ലയോ തെറ്റ് ചെയ്തത്, അവൻ വന്ന് ക്ഷമ ചോദിക്കട്ടെ എന്നൊക്കെ വിചാരിച്ചിട്ട് കാര്യമില്ല. We all need to be reconciled. Hallelujah. മറ്റൊരു പ്രത്യേകത, കഥാവിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ് he was content with what he has. അവനുള്ളതിൽ സന്തുഷ്ടനായിരുന്നു നമ്മുടെ യേശു. ഈ ലോകത്തിലുള്ള എല്ലാ നമ്മുടെ ഒരു തരത്തിൽ പറഞ്ഞാൽ നമ്മുടെ പ്രയത്നത്തിൻ്റെ എല്ലാം പുറകിൽ നമ്മുടെ അസംതൃപ്തിയാണ്. ഒരു തരത്തിൽ പറഞ്ഞാൽ നമ്മൾ ബെറ്റർ ജോബ്, ബെറ്റർ കാറ്, ഇതൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ ഉള്ളതിൽ സംതൃപ്തി അല്ലാത്തതുകൊണ്ടല്ലേ നമ്മൾ അടുത്ത ഒരു സ്റ്റേജിലേക്ക് പോകുന്നത്. തെറ്റുണ്ടെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ യേശുവിൻ്റെ ജീവിതത്തിൽ താൻ എല്ലാത്തിലും കണ്ടൻ്റായിരുന്നു. യോഹന്നാൻ്റെ സുവിശേഷം 17-ാം അധ്യായത്തിൻ്റെ 2-3 വാക്യങ്ങളോട് വായിച്ചിട്ട് ഞാൻ ക്ലോസ് ചെയ്യാം. അതിൻ്റെ 2-ാം വാക്യം, പ്രൈസ് ദി ലോർഡ്. യേശുവിനെ സംബന്ധിച്ച് യേശുവിന് കോൺടാക്റ്റ് ഉള്ള കുറച്ച് ശിഷ്യന്മാർ, ഇവരെല്ലാം എങ്ങനെയുള്ള ആൾക്കാരാ? മുക്കുവന്മാരാ. വലിയ ഹൈ ലെവലായിട്ടുള്ള ആൾക്കാരൊന്നും അല്ല. പക്ഷേ ഹി വാസ് കണ്ടൻറ്റ് വിത്ത് ദോസ് പീപ്പിൾ. 12 പേരെ തിരഞ്ഞെടുത്തു. അപ്പോൾ അവരിൽ യേശു തൃപ്തരായിരുന്നു. ഹല്ലേലൂയ. അപ്പോൾ അവരെ ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് യേശു തൻ്റെ മുഴുവൻ എഫേർട്ടും താൻ എടുത്തു. അപ്പോൾ കാര്യം യേശുവിൻ്റെ അകത്ത് എപ്പോഴും ഉള്ള ഒരു കാര്യം എന്താ? ഇവരെ എനിക്ക് നീ തന്നേക്കുക. ഹല്ലേലൂയ. നമുക്കൊരു ദൈവസഭയെ ദൈവം തന്നിരിക്കുമ്പോൾ നമ്മുടെ എല്ലാം അങ്ങനെയുള്ള ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ട്. ദൈവസഭയിൽ നമ്മുടെ സഹോദരങ്ങൾക്ക് പലപ്പോഴും പലർക്കും കുറവുണ്ടായിരിക്കാം, അല്ലെങ്കിൽ ചിലർ നമ്മളെക്കാൾ ബെറ്റർ ആയിരിക്കാം, കുറവുള്ളവരായിരിക്കാം. പക്ഷേ എല്ലാവരെയും ദൈവമാണ് നമ്മളെ കണക്ട് ചെയ്തത്. നമുക്കെല്ലാം ഒരു ടെൻഡൻസി ഉണ്ട്, ഇന്ന ആൾ ശരിയല്ല, പുള്ളി അങ്ങ് തഴഞ്ഞേരെ, എഴുതി തള്ളിയേരെ, നമുക്ക് പിന്നെ അങ്ങോട്ട് പോവുകയും വേണ്ട, നോക്കുകയും വേണ്ട. അല്ല, ദൈവമാണ് തന്നേക്കുന്നത്. ഈ തന്നേക്കുന്ന കൂട്ടത്തിൽ ആരുമുണ്ട്? യൂദായും ഉണ്ട്. എന്നിട്ടാണ് ഈ സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത്, നീ എനിക്ക് തന്നിട്ടുള്ളവരെല്ലാം. അതിൻ്റെ 6-ാമത്തെ വാക്യം,
പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പോൾ യേശുവിന് എപ്പോഴും ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ടായിരുന്നു. പിതാവ് തനിക്ക് തന്നിട്ടുള്ള ആൾക്കാർക്ക് ദൈവത്തിൻ്റെ നാമത്തെ വെളിപ്പെടുത്തുവാൻ വേണ്ടിയിട്ട്, തനിക്ക് ലഭിച്ചത് അവർക്ക് കൈമാറുവാൻ വേണ്ടിയിട്ട് യേശു എപ്പോഴും റെസ്പോൺസിബിളായിരുന്നു. ഇനി വേറെ എന്താണ് 4-ാമത്തെ വാക്യം? രണ്ടാമത്തെ ഒരു കാര്യം, നീ എനിക്ക് തന്ന വർക്ക് ഞാൻ തികച്ചിരിക്കുന്നു. അപ്പോൾ വർക്കിലും യേശു സാറ്റിസ്ഫൈഡ് ആയിരുന്നു. നീ എനിക്ക് തന്ന വർക്ക് ഞാൻ തികച്ചിരിക്കുന്നു. അപ്പം ആൾക്കാരിൽ യേശു സാറ്റിസ്ഫൈഡ് ആയിരുന്നു, വർക്കിലും യേശു സാറ്റിസ്ഫൈഡ് ആയിരുന്നു. ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഈ 10-25 വർഷമായിരുന്നെങ്കിലും പണ്ട് ഇങ്ങനെ പറയുന്ന ആൾക്കാരുണ്ട്, എനിക്ക് എത്ര കല്യാണാലോചന വന്നതാണ്, അന്ന് എനിക്ക് ഇത്രയും ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ അദ്ദേഹത്തിനെ കെട്ടത്തില്ലായിരുന്നു. അപ്പോൾ അന്നേരം മനസ്സിലായല്ലോ അന്ന് ബുദ്ധി ഇല്ലായിരുന്നു എന്നുള്ളത്. അപ്പോൾ തന്നതിൽ തൃപ്തിയില്ലാത്ത അവസ്ഥ. യേശു അങ്ങനെ അല്ലായിരുന്നു. കുറച്ച് മുക്കുവന്മാരായിരുന്നു, ഒന്നും പറഞ്ഞാൽ കൊള്ളാത്ത എത്രയോ ജ്ഞാനികളൊക്കെ ഉണ്ടായിരുന്നു. യേശുവിൻ്റെ നോളജൊക്കെ അനുസരിച്ച് പൗലോസിനെ പോലുള്ള ഒരു 12 പേരെ അങ്ങ് തിരഞ്ഞെടുത്താൽ മതിയായിരുന്നു. പക്ഷേ ഇല്ല, മുക്കുവന്മാരാണ്. അപ്പോൾ അതിനകത്ത് തൃപ്തിയായിരുന്നു. അപ്പോൾ നമ്മുടെ ചുറ്റുപാടുമുള്ള നമ്മുടെ സഭയിലുള്ളവരുമൊക്കെ നമ്മൾ ആ ഒരു മെൻറ്റാലിറ്റി എടുത്താൽ നല്ലതായിരിക്കും. യേശു നമ്മളെ അവരെ കണക്ട് ചെയ്തത്. അവർക്കൊരു പക്ഷേ കുറവുണ്ടായിരിക്കും, അവരെ ഒന്ന് ബിൽഡപ്പ് ചെയ്യാൻ, അല്ലേ? ദൈവം നമ്മുടെ മേൽ തന്നിരിക്കുന്ന എന്തിനാ? അവരെയും കൂടെ ഒന്ന് ബിൽഡപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അവരെ അങ്ങ് ഡിസ്ട്രോയ് ചെയ്യുവാൻ വേണ്ടിയിട്ടല്ല, തഴയാൻ വേണ്ടിയിട്ടൊന്നും അല്ല. ഹല്ലേലൂയ. രണ്ടാമത്, എനിക്ക് തന്ന വർക്ക്. ഇപ്പോൾ ദൈവം നമുക്കൊരു ശുശ്രൂഷ തന്നിട്ടുണ്ടെങ്കിൽ, ദൈവം നമുക്കൊരു വർക്ക് തന്നിട്ടുണ്ടെങ്കിൽ, അതെന്തോ ആയിക്കോട്ടെ, അതിനകത്ത് സാറ്റിസ്ഫൈഡ് ആയിരുന്നു. എന്തോ ഈ 12 ശിഷ്യന്മാർ ഒന്നും പറഞ്ഞാൽ കേൾക്കാത്ത, ഇന്ന് ഇത്രയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം നേരെ തിരിച്ചു പറയുന്ന ഈ ശിഷ്യന്മാരെ മോൾഡ് ചെയ്യുക, അവരെ ശിഷ്യത്വത്തിലേക്ക് നയിക്കുക എന്നുള്ളതായിരുന്നു. യേശു ഇതെല്ലാം ചെയ്ത് തീർത്ത് എല്ലാം ഫിനിഷായെന്ന് പറഞ്ഞിട്ട് സ്വർഗത്തിൽ പോയപ്പോഴും ഇവന്മാർ പിന്നെ മീൻ പിടിക്കാൻ പോയതാണ്. പിന്നെ അവിടെ നിന്ന് തിരിച്ചു വന്നിട്ട് ഒന്നുകൂടെ സമ്മറിയൊക്കെ ഒന്ന് പറഞ്ഞ് എൻ്റെ കുഞ്ഞുങ്ങളെ ഇതൊക്കെയാണെന്ന് പറഞ്ഞിട്ട് പോകേണ്ട വന്നു. അതായിരുന്നു യേശുവിൻ്റെ വർക്ക്. പക്ഷേ ഹി വാസ് സാറ്റിസ്ഫൈഡ്, കണ്ടൻറ്റ് വിത്ത് വാട്ട് ഹി ഗോട്ട്. 8-ാമത്തെ വാക്യം. പ്രൈസ് ദി ലോർഡ്. 3-ാമത്തെ ഒരു കാര്യം, നീ എനിക്ക് തന്നത് ഞാൻ അവർക്ക് കൊടുത്തു. ഹല്ലേലൂയ. എനിക്ക് തന്നത് എനിക്ക് കൊടുത്തു. എൻ്റെ ജീവിതത്തിലും ഇത് എന്നെ ഒന്ന് ടച്ച് ചെയ്തൊരു വാക്യമാണ്. ദൈവം തരുന്ന മെസ്സേജ് ജനത്തിന് കൊടുക്കുക. ഹല്ലേലൂയ. ഒന്നും കൂട്ടിയും വേണ്ട, കുറയ്ക്കുകയും വേണ്ട. ഇനി ആർക്കെങ്കിലും ഇഷ്ടപ്പെടുമോയെന്നും നോക്കണ്ട, ഇഷ്ടപ്പെടത്തില്ലെന്നും നോക്കണ്ട. ദൈവം തന്നത് നീ കൊടുക്കുക. നിനക്കറിയാത്ത പലതും ഹല്ലേലൂയ വ്യക്തികളോട് ദൈവം ഇടപെട്ടുള്ളൂ. നമ്മുടെ ജീവിതത്തിലും ദൈവം തരുന്നത് മറ്റുള്ളവർക്ക് കൊടുക്കുവാൻ, നമുക്ക് തന്ന ശുശ്രൂഷകളൊക്കെ ദൈവസഭയ്ക്കും ദൈവജനത്തിനും പ്രയോജനമായിട്ട് തീരുവാൻ നമ്മുടെ ജീവിതത്തിൽ ഇടയാകട്ടെ. അതിനകത്തൊന്നും കണക്കും കാര്യങ്ങളും ഒന്നും കൂട്ടാതെ എന്നോട് ഇത് ചെയ്തില്ലേ, ഞാനത് പറയണോ ഇത് പറയണോ. ദൈവം നമുക്ക് തന്ന ഒരു ബ്ലെസ്സിങ് നീ കൊടുക്കുക. നിൻ്റെ ജീവിതത്തിൽ അത് ബ്ലെസ്സിങ് ആയിരിക്കും. യേശു അത്രയേ ചെയ്തോളൂ. 3 കാര്യങ്ങളാണ്: നീ എനിക്ക് തന്ന ആൾക്കാർ, നീ എനിക്ക് തന്ന വർക്ക്, നീ എനിക്ക് തന്ന ഹല്ലേലൂയ വേർഡ്. അത് ഞാൻ ഷെയർ ചെയ്യുവാനായിട്ടിടയായി. ഇതിനകത്തെല്ലാം യേശു കണ്ടൻറ്റായിരുന്നു. അതുകൊണ്ട് എന്താ, ഈ പറഞ്ഞതുപോലെ വലിയ ഭാരമൊന്നുമില്ലാതെ ജീവിക്കുവാനായിട്ട് കഴിഞ്ഞു. നമ്മുടെ ജീവിതത്തിൽ പല ഭാരങ്ങളുടെയും കാരണം നമ്മൾ ഇന്നത്തുള്ള ഈ മോഡേൺ തിയോളജിയിലോട്ടും പഠിപ്പീരുകളിലേക്കും ഒക്കെ പോകുന്നതും ഈ വചനങ്ങളൊക്കെ കേട്ടിട്ട് അതനുസരിക്കാതൊക്കെ ഇരിക്കുന്നതും കൊണ്ടാണ് നമ്മൾ പലപ്പോഴും നീറിപ്പുകഞ്ഞ് ജീവിക്കേണ്ടതായിട്ടുള്ള അവസ്ഥകൾ വരുന്നത്. ഹല്ലേലൂയ. ദിവസങ്ങളിൽ ദൈവസന്നിധിയിൽ ഒന്ന് താഴുവാൻ നമ്മളെ തന്നെ ഒന്ന് ഏൽപ്പിച്ചാട്ടെ. ഒരുമിച്ച് നമുക്ക് ആ ക്രിസ്തീയ ജീവിതം പോൽ ഭാഗ്യം പാരിലെന്തുള്ളൂ എന്നുള്ള പാട്ട് പാടി ദൈവത്തെ ആരാധിക്കാം. ഒരുമിച്ച് സന്തോഷത്തോടുകൂടെ ഹൃദയത്തിൽ നിന്നത് പാടുവാനായിട്ടിടയാകട്ടെ. ദൈവത്തെ സേവിക്കുവാൻ, കർത്താവിനെ ഫോളോ ചെയ്യുവാൻ നമ്മുടെ ജീവിതത്തിൽ ലഭിച്ച അതിൽ വലിയ ഭാഗ്യം വേറെ ഒന്നുമില്ലല്ലോ. Praise the Lord.
ക്രിസ്ത്യ ജീവിതം പോൽ ഭാഗ്യം പാരിലെന്തുള്ളൂ. ക്രിസ്ത്യ ജീവിതം പോൽ ഭാഗ്യം പാരിലെന്തുള്ളൂ. ക്രിസ്തീയ ജീവിതം പോലെയുള്ളൊരു ക്രിസ്തീയ ജീവിതം പോലെയുള്ളൊരു മഹൽ ഭാഗ്യമം ജീവിതം പാരിലെന്തുള്ളൂ. മഹൽ ഭാഗ്യമം ജീവിതം പാരിലെന്തുള്ളൂ. ക്രിസ്ത്യ ജീവിതം പോൽ ഭാഗ്യം പാരിലെന്തുള്ളൂ. ക്രിസ്ത്യ ജീവിതം പോൽ ഭാഗ്യം പാരിലെന്തുള്ളൂ. കഷ്ടതയും പട്ടിണിയും ഏറിടും നേരം കഷ്ടതയും പട്ടിണിയും ഏറിടും നേരം മനക്ലേശം കൂടാതെ നിൽപ്പാൻ ശക്തി നൽകുന്ന മനക്ലേശം കൂടാതെ നിൽപ്പാൻ ശക്തി നൽകുന്ന ക്രിസ്ത്യ ജീവിതം പോൽ ഭാഗ്യം പാരിലെന്തുള്ളൂ. ക്രിസ്ത്യ ജീവിതം പോൽ ഭാഗ്യം പാരിലെന്തുള്ളൂ. പരിഹാസം ചൊല്ലി ശത്രു നേർക്കു വരുമ്പോൾ പരിഹാസം ചൊല്ലി ശത്രു നേർക്കു വരുമ്പോൾ സ്തോത്രം പാടി ആശ്വസിപ്പാൻ ശക്തി നൽകുന്ന സ്തോത്രം പാടി ആശ്വസിപ്പാൻ ശക്തി നൽകുന്ന ക്രിസ്ത്യ ജീവിതം പോൽ ഭാഗ്യം പാരിലെന്തുള്ളൂ. ക്രിസ്ത്യ ജീവിതം പോൽ ഭാഗ്യം പാരിലെന്തുള്ളൂ. കൂട്ടുകാരിൽ പരമായിട്ടെന്നെ പോറ്റുന്ന കൂട്ടുകാരിൽ പരമായിട്ടെന്നെ പോറ്റുന്ന നല്ല പെറ്റമ്മയിൽ അൻപേരുന്ന യേശു പോരായോ. നല്ല പെറ്റമ്മയിൽ അൻപേരുന്ന യേശു പോരായോ. ക്രിസ്ത്യ ജീവിതം പോൽ ഭാഗ്യം പാരിലെന്തുള്ളൂ. ക്രിസ്ത്യ ജീവിതം പോൽ ഭാഗ്യം പാരിലെന്തുള്ളൂ. മാറാത്ത വാഗ്ദത്തം തന്ന കർത്താവേ മാറാത്ത വാഗ്ദത്തം തന്ന കർത്താവേ അതിലാശ്രയിച്ചു പാരിടത്തിൽ വേല ചെയ്യും ഞാൻ. അതിലാശ്രയിച്ചു പാരിടത്തിൽ വേല ചെയ്യുവാൻ ക്രിസ്ത്യ ജീവിതം പോൽ ഭാഗ്യം പാരിലെന്തുള്ളൂ. ക്രിസ്ത്യ ജീവിതം പോൽ ഭാഗ്യം പാരിലെന്തുള്ളൂ. ക്രിസ്തീയ ജീവിതം പോലെയുള്ളൊരു ക്രിസ്തീയ ജീവിതം പോലെയുള്ളൊരു മഹൽ ഭാഗ്യമം ജീവിതം പാരിലെന്തുള്ളൂ. മഹൽ ഭാഗ്യമം ജീവിതം പാരിലെന്തുള്ളൂ. ക്രിസ്ത്യ ജീവിതം പോൽ ഭാഗ്യം പാരിലെന്തുള്ളൂ. ക്രിസ്ത്യ ജീവിതം പോൽ ഭാഗ്യം പാരിലെന്തുള്ളൂ. കൂട്ടുകാരിൽ പരമായിട്ടെന്നെ പോറ്റുന്ന കൂട്ടുകാരിൽ പരമായിട്ടെന്നെ പോറ്റുന്ന നല്ല പെറ്റമ്മയിൽ അൻപേരുന്ന യേശു പോരായോ. നല്ല പെറ്റമ്മയിൽ അൻപേരുന്ന യേശു പോരായോ. ക്രിസ്ത്യ ജീവിതം പോൽ ഭാഗ്യം പാരിലെന്തുള്ളൂ. ക്രിസ്ത്യ ജീവിതം പോൽ ഭാഗ്യം പാരിലെന്തുള്ളൂ. ക്രിസ്ത്യ ജീവിതം പോൽ ഭാഗ്യം പാരിലെന്തുള്ളൂ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദൈവകരങ്ങളിലേക്ക് നമ്മളെ തന്നെ ഒന്ന് ഏൽപ്പിക്കാം. ഹല്ലേലൂയ. നാം പാടിയതുപോലെ ക്രിസ്തീയ ജീവിതം പോലെ ഭാഗ്യമുള്ള ഒരവസ്ഥ പാരിലില്ല. ഹല്ലേലൂയ. ഇന്നൊരു ജീവിതത്തിൽ ഒരു മാറ്റങ്ങൾ ഉണ്ടാകേണ്ടതിന് വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ കർത്താവേ എന്നെ ഒന്ന് പണിയണമേ അപ്പ. എൻ്റെ ജീവിതത്തിലെ കുറവുകളെ ഒക്കെ നീ കാണിച്ചു തരുന്നതിനായിട്ട് സ്തോത്രം. കർത്താവിൻ്റെ വചനത്താൽ എന്നെ ഒന്ന് ശുദ്ധീകരിക്കുന്നതിനായിട്ട് സ്തോത്രം. ദൈവകരങ്ങളിലേക്ക് ഒന്ന് ഏൽപ്പിച്ചു കൊടുത്താട്ടെ.
കർത്താവേ റാബാന ഷധുനിഗമന, നീ ഞങ്ങളെ ഒന്ന് പണിയണമേ അപ്പ. ദുരിഗമന റബഷഗനഗടരഗദന. കർത്താവേ ഹല്ലേലൂയ. ഇന്ന് ഞങ്ങളുടെ ഹൃദയങ്ങളുടെ മേൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വ്യാപരിക്കേണ്ടതിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നു. നീ ഞങ്ങളെ പണിയുന്നതിനായിട്ട് സ്തോത്രം. നീ ഞങ്ങളെ ശക്തരാക്കുന്നതിനായിട്ട് സ്തോത്രം. ഇതിൻ്റെ നടുവിൽ ഒരു ഇന്നർ ഹീലിംഗ് നടക്കട്ടപ്പ. കർത്താവിൻ്റെ ഒരു ടച്ച് എന്നതിൻ്റെ മേൽ കർത്താവ് ചിലരൊക്കെ അനുഭവിക്കുവാനായിട്ട് ഇടയാകട്ടെ. നീ സ്പർശിക്കണമേ അപ്പ, നീ സ്പർശിക്കണമേ, നീ സ്പർശിക്കണമേ കർത്താവേ. മുറിവുകളൊക്കെ ഒന്ന് ഉണങ്ങുവാനായിട്ട് ഇടയാകട്ടെ. എല്ലാ മുറിവുകളും ഒന്ന് ഉണങ്ങട്ടപ്പ. നിങ്ങളുടെ സാന്നിധ്യത്തിൽ അത് സംഭവിക്കുന്നത്. അവിടുന്ന് മുറിവുകളെ ഉണക്കുന്ന ദൈവം. റാബാന ഷധുനിഗമന. ഞങ്ങളുടെ മുമ്പിൽ വലിയൊരു ഓട്ടം നീ വെച്ചിരിക്കുന്നല്ലപ്പ. ആ ഓട്ടം ഓടണമെങ്കിലും മുറിവുകൾ ഉണങ്ങിയെങ്കിലേ കഴിയത്തുള്ളൂ. ഓ റാബാ ബാബാ ഷഗമനഗടരഗ. എല്ലാ ഭാരങ്ങളും മാറട്ടെ, എല്ലാ ഭാരങ്ങളും മാറട്ടെ. നീ ഞങ്ങളുടെ ഭാരങ്ങളെ അവിടുന്ന് ഏറ്റെടുത്തിരിക്കാൻ സ്തോത്രം. ഞങ്ങൾക്ക് വേണ്ടിയിട്ടല്ലപ്പാ, ഞങ്ങൾ അങ്ങയ്ക്ക് വേണ്ടി ജീവിക്കും. യേശുവേ അവിടുന്ന് കഴുകുന്നതിനായിട്ട് സ്തോത്രം. ഞങ്ങളുടെ ആത്മസാന്നിധ്യത്തിനായിട്ട് സ്തോത്രം. പൊട്ടേണ്ടതൊക്കെ പൊട്ടട്ടപ്പ. റാബാന ഷധുനിഗരഗദന, റാബാന ഷധുനിഗമന വൈഡരഗദന റബഷഗമന. ദൈവസഭയെ അവിടുന്ന് ശുദ്ധീകരിക്കണമേ. ഞങ്ങളുടെ രക്തത്താൽ അവിടുന്ന് ശുദ്ധീകരിക്കണമേ കർത്താവേ. ഹൃദയ കാഠിന്യങ്ങളൊക്കെ ഇന്നു ഉരുകട്ടെ. യേശുവിന്റെ നാമത്തിൽ അത് സംഭവിക്കട്ടപ്പ. കുടുംബങ്ങൾ സ്വാതന്ത്ര്യം പ്രാപിക്കട്ടെ കർത്താവേ. കുടുംബങ്ങൾ സ്വാതന്ത്ര്യം പ്രാപിക്കട്ടെ. വ്യക്തികൾ സ്വാതന്ത്ര്യം പ്രാപിക്കട്ടെ കർത്താവേ. എനിക്കറിയത്തില്ല, പരിശുദ്ധാത്മാവ് ഇന്ന് ഹല്ലേലൂയ ശക്തമായ ചിലരോടൊക്കെ ഇടപെടുന്നല്ലോ. അടമനഗരഗദുനിഗമന ശധന റബഷമനഗടരഗദന അസ്ത പ്രൗഢഗരഗദന റബർഷഗരഗദുനിഗടരഗദന. പരിശുദ്ധാത്മാവ് കഴുകണമേ കർത്താവേ. ഇതൊന്ന് പണിയണമേ കർത്താവേ. ഞങ്ങളെ ഓരോരുത്തരെയും അവിടുന്ന് ശക്തരാക്കണമേ. ഞങ്ങളുടെ അഭിഷേകത്താൽ അതെല്ലാം സാധ്യമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഞങ്ങളുടെ സാന്നിധ്യത്തിൽ കർത്താവേ ഹല്ലേലൂയ സൗഖ്യങ്ങൾ നടക്കുന്നതിനായിട്ട് സ്തോത്രം. ആന്തരികമായ സൗഖ്യങ്ങൾ ഇവിടെ നടക്കുമ്പോൾ, ഒരു മനുഷ്യ ഇവിടെ വെളിപ്പെടുമ്പോൾ, ഇതിൻ്റെ നടുവിൽ ഒരു എഫ്രൈം ഉള്ളതിനായിട്ട് സ്തോത്രം. ഒരു മനുഷ്യയ്ക്ക് ശേഷം ഒരു എഫ്രൈം ഹല്ലേലൂയ ഞങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടാൻ പോകുന്നതിനായിട്ട് സ്തോത്രം. ചിലതൊക്കെ മറക്കുവാൻ, ചിലതൊക്കെ മറക്കുവാൻ, ചിലതൊക്കെ ക്ഷമിക്കുവാൻ, ചിലതൊക്കെ പൊറുക്കുവാനുള്ള കൃപ ഞങ്ങളുടെ മേൽ പകരണമേ അപ്പ. താങ്ക് യു ജീസസ്. അവിടെ ഞങ്ങൾക്ക് ചെയ്തതെല്ലാം ഓർത്താൽ ഞങ്ങൾക്കൊരു യോഗ്യതയുമില്ലപ്പ. ഞങ്ങൾക്ക് ആരോടും പിണക്കം വയ്ക്കുവാൻ ഒരു യോഗ്യതയുമില്ല. ഞങ്ങൾ വലിയ കടത്തിലായിരുന്നു. ഞങ്ങൾക്ക് ഞങ്ങളുടെ കടം വീട്ടുവാൻ കഴിഞ്ഞില്ല. പക്ഷെ ഞങ്ങൾക്ക് വേണ്ടി അവിടുന്ന് അതെല്ലാം വീട്ടി ഞങ്ങളെ സ്വതന്ത്രരാക്കി. ഞങ്ങളുടെ ജീവിതത്തിൽ അവിടുന്ന് സന്തോഷം തന്നു, സമാധാനം തന്നു. ഞങ്ങളോട് കടപ്പെട്ടിരിക്കുന്ന പലരുടെയും കടം ഓർത്ത് ഞങ്ങൾ പലപ്പോഴും ഭാരപ്പെട്ടിരിക്കുന്ന, വ്യാകുലപ്പെട്ടിരിക്കുന്നതൊക്കെ സ്വർഗമൊന്ന് മാറ്റുന്നതിനായിട്ട് സ്തോത്രം. ദൈവസഭയെ അവിടുന്ന് പണിയുന്നതിനായിട്ട് സ്തോത്രം. നമ്മുടെ വചനം പറയുന്നത് പോലെ, ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കത്തില്ല. യേശുവിൻ്റെ നാമത്തിൽ അവിടുന്ന് പണിയുന്നതിനായിട്ട് സ്തോത്രം. നിങ്ങളുടെ വചനത്താൽ നീ ഞങ്ങളെ പണിയുന്നതിനായിട്ട് സ്തോത്രം. നീ ഞങ്ങളെ ശക്തരാക്കി തീർക്കുന്നതിനായിട്ട് സ്തോത്രം. ഇതുവരെ ഞങ്ങൾ ഓടിയതല്ലപ്പ, ഇതുവരെ ഞങ്ങൾ കണ്ടതല്ല. അടുത്തൊരു ലെവലിലേക്ക്, ഒരു ശുശ്രൂഷയിലേക്ക് സ്വർഗം ദൈവസഭയെ നടത്തുന്നതിനായിട്ട് സ്തോത്രം കർത്താവേ. അക്ഷരം കൊല്ലുമ്പോൾ ആത്മാവ് ജീവിപ്പിക്കും. മാനുഷികമായ കൗൺസിലിങ്ങിനൊന്നും കർത്താവെ സാധിക്കാത്തത് അങ്ങയുടെ സാന്നിധ്യത്തിൽ നടക്കുന്നതിനായിട്ട് സ്തോത്രമപ്പ. ഓ ജീസസ്, അവിടെ ഞങ്ങളെ സ്നേഹിക്കുന്നതിനായിട്ട് സ്തോത്രം. ഞങ്ങളുടെ ഹൃദയം പലപ്പോഴും കഠിനമായി പോയി കർത്താവേ. അങ്ങയുടെ സ്നേഹം കാണാതെ വണ്ണം ഞങ്ങളുടെ ഹൃദയം കഠിനമായി പോയി. ഞങ്ങളെ ഒന്ന് മാറ്റണമേ കർത്താവേ. ഞങ്ങളെ ഒന്ന് തിരിക്കണമേ കർത്താവേ. അവിടെ ഞങ്ങളുടെ ജീവിതത്തിൽ ചെയ്തതൊക്കെ ഒന്ന് റിയലൈസ് ചെയ്യുവാൻ ഞങ്ങളുടെ ഉൾക്കണ്ണുകളെ ഇന്ന് അവിടെ നിന്ന് തുറക്കണമേ അപ്പാ. വാസ്തവമായി ഞങ്ങളെ പുറകോട്ട് വലിക്കുന്നത് എന്തെന്നൊന്ന് ഐഡന്റിഫൈ ചെയ്യുവാൻ സ്വർഗം ഞങ്ങളെ സഹായിക്കണമേ അപ്പാ. ഞങ്ങളുടെ പ്രയത്നങ്ങളും അധ്വാനങ്ങളും ഒക്കെ നിർഫലമാക്കി കളയുന്ന ചില വിഷയങ്ങളുടെ മേലൊക്കെ ദൈവം ഇന്ന് അങ്ങയുടെ തീർപ്പ് കൽപ്പിക്കുന്നതിനായിട്ട് സ്തോത്രം. അങ്ങയുടെ സന്നിധിയിൽ ഞങ്ങൾ പൂർണ്ണമായും ഏൽപ്പിക്കുന്നു. ഓരോ വ്യക്തികളെ ഞങ്ങൾ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ഓരോ കുടുംബങ്ങളെ ഞങ്ങൾ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു.
പൗലോസ് പറഞ്ഞതുപോലെ ഞങ്ങളെല്ലാം കർത്താവേ അങ്ങയുടെ പത്രങ്ങളാക്കി അവിടുന്ന് മാറ്റുന്നതിനായിട്ട് സ്തോത്രം. ഞങ്ങളെ കാണുന്നവർ അങ്ങേ കാണുവാൻ, ഞങ്ങളെ കാണുന്നവർ ഹല്ലേലൂയ, ഞങ്ങളുടെ കുടുംബജീവിതം കാണുന്നവർ അനേകർ ഹല്ലേലൂയ അവരുടെ ജീവിതം കണ്ട് ഹല്ലേലൂയ കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ, കർത്താവിനെ ഫോളോ ചെയ്യുവാൻ ഞങ്ങളുടെ ജീവിതത്തെ അവിടുന്ന് മാറ്റുന്നതിനായിട്ട് സ്തോത്രം. കർത്താവ് പുതിയ അഭിഷേകത്തിൽ, പുതിയ കൃപകളാൽ, പുതിയ ശുശ്രൂഷകളാൽ സ്വർഗ്ഗം ഞങ്ങളെ നടത്തുന്നതിനായിട്ട് സ്തോത്രം. ഞങ്ങൾ ആരും വീണുപോകാതെ, അനേകർ വീണുപോയ ഈ പോർക്കളത്തിൽ കർത്താവിന് വേണ്ടി ഓടുവാൻ, അനേകരെ നേടുവാൻ, ജയിക്കുവാൻ നീ അവിടെ കൃപ നൽകുന്നതിനായിട്ട് സ്തോത്രം. ദൈവസഭയെ മുറ്റുമായി ഞങ്ങൾ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് അങ്ങനെ ചെയ്യുന്നതിനായിട്ട് സ്തോത്രം. നിങ്ങളുടെ സാന്നിധ്യത്തിനായിട്ട് സ്തോത്രം കർത്താവേ. ഞങ്ങളെ ഓരോ ദിവസം പണിഞ്ഞുകൊണ്ടിരിക്കുന്നതിനായിട്ട് സ്തോത്രം. ഞങ്ങളൊരു റിവൈവൽ കാണാൻ പോകുന്നു കർത്താവേ. ഹല്ലേലൂയ, നീ ഞങ്ങളുടെ മുമ്പിൽ അത് വെച്ചിരിക്കുന്നതിനായിട്ട് സ്തോത്രം. ഞങ്ങൾ പൂർണ്ണമായും വിശ്വസിക്കുന്നു കർത്താവേ. അങ്ങയുടെ നാമത്തിൽ ഞങ്ങൾ ഡിക്ലെയർ ചെയ്യുന്നു. അവിടുന്ന് ഞങ്ങൾക്ക് വേണ്ടി അത് ചെയ്തു നൽകുന്നതിനായിട്ട് സ്തോത്രം. ഈ ദിവസങ്ങൾ ഞങ്ങളെ പൂർണ്ണമായും അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു കർത്താവേ. അങ്ങയുടെ ക്വാളിറ്റീസ് അങ്ങയിൽ നിന്ന് പഠിക്കുവാൻ ഞങ്ങളെ കേൾപ്പിച്ചതുപോലെ നീ ഞങ്ങളെ ഇടയാക്കുന്നതിനായിട്ട് സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ കർത്താവ് നമ്മുടെ പ്രാർത്ഥനകളെ കേട്ടിരിക്കാൻ നമുക്ക് സ്തോത്രം ചെയ്യാം. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. പിതാവിൻ്റെ സ്നേഹവും പുത്രൻ്റെ കൃപയും പരിശുദ്ധാത്മാവിൻ്റെ സംബന്ധവും സഹവാസവും നമ്മോട് നാം പ്രാർത്ഥിച്ച വിഷയങ്ങളോടും ഭൂമിയിലെ സകല വിശുദ്ധന്മാരോടും ഇന്നു മുതൽ എന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ.